السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 174 ആയത്താണ് കണ്ടത് അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്ന് നമുക്ക് 175, 176 ചെറിയ ആയത്തുകളാണ്. 177 കുറച്ച് വലുതാണ്, അതിന്റെ കുറച്ച് ഭാഗം ഇന്ന് കാണാം, ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം 175 ആയത്ത്, ഉലൈക അല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറതി ഫമാ അസ്ബറഹും അലന്നാർ. സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരാകുന്നു അവർ. നരകശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്ക് എന്തൊരു ക്ഷമയാണ്. വാക്കർത്ഥം നോക്കാം. ഉലൈക അക്കൂട്ടർ, അല്ലദീന ഇശ്തറവു വാങ്ങിയവർ. ഇഷ്തറവു അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ റൂട്ട് കണ്ടിരുന്നു, അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. അദ്വലാല വഴിപിഴവ്. ഓക്കെ, ലാം ലാം. ബിൽ ഹുദ നേർമാർഗത്തിന് പകരം. ഹുദ ഹിദായ, ഹാദാൽ യ. വൽ അദാബ് ശിക്ഷയെ, ബിൽ മഗ്ഫിറ പാപമോചനത്തിന് പകരം. ഓയിൻ ഫ റ. ഫമൻ അസ്ബറഹും അവർ എത്രമാത്രം ക്ഷമ കാണിക്കുന്നവരാണ്. സ്വാദ് ബ റ. അലന്നാർ നരകത്തെ പറ്റി. തഫ്സീർ നോക്കാം ഇൻഷാ അല്ലാഹ്. ഉലായിക അക്കൂട്ടരാണ് എന്ത്? അല്ലദീന യാതൊരുവർ, ഇഷ്തറവു അവർ വാങ്ങി എന്ത്? അദ്വലാലത ബിൽ ഹുദ വഴികേട് എന്തിനു പകരം? ഹിദായത്തിന് പകരം അല്ലെ. ഹുദാക്ക് പകരം വലാല വാങ്ങിയ ആൾക്കാരാണ്. അപ്പം വഴികേട് കൊടുത്തിട്ട് ഹിദായത്ത് വാങ്ങിയവരാണ്. പിന്നെന്താ? വൽ അദാബ് എന്താണ്? അവര് ശിക്ഷ വാങ്ങിയവരാണ്. എന്തിനു പകരം? ബിൽ മഗ്ഫിറ എന്താണ്? പാപമോചനത്തിന് പകരം അല്ലെ. അവര് വഴികേട് കൊടുത്ത് ഹിദായത്ത് കൊടുത്ത് വഴികേടും വാങ്ങി, പാപമോചനം കൊടുത്തിട്ട് പകരം ശിക്ഷയും വാങ്ങി. സുബ്ഹാനല്ലാഹ്. എത്ര ഭയങ്കരമായിട്ടുള്ള എത്ര നഷ്ടകരമായിട്ടുള്ള ഒരു കച്ചവടമാണ് അവർ ചെയ്തത് അല്ലെ. നഷ്ടപ്പെടുത്തിയത് എന്താണ്? ഹിദായത്തും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പാപമോചനവും. നേടിയതോ ശിക്ഷയും വഴികേടും. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ 174 ആയത്തിൽ എന്താ കണ്ടത്? അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അല്ലെ. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അതികഠിനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവർ തങ്ങളുടെ വയറുകളിൽ തിന്ന് നിറക്കുന്നത് നരകാഗ്നി അല്ലാതെ മറ്റൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് സംസാരിക്കുകയോ അവരെ തസ്കിയ പാപങ്ങളിൽ നിന്ന് ശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് വേദനയേറിയ അദാബുൻ അലീം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പം ഒരാള് അറിവ് കിട്ടിയിട്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്ക് കിട്ടിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് ഹക്ക് സത്യം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ്? ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യപ്പെട്ട ആളാണ് അല്ലെ. ഹിദായത്ത് കിട്ടിയ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഹക്ക് കിട്ടിയിട്ട് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷകൾ നമ്മൾ ഖുർആനിൽ സുബ്ഹാനല്ലാഹ് ഇതിനകം തന്നെ കുറെ കണ്ടു. അപ്പം അത് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ എന്താണ്? ഹിദായത്ത് കിട്ടിയ ആളുകളാണ് അല്ലെ. അപ്പൊ അത് കൊടുക്കുന്നില്ലെങ്കിലോ വഴികേട് വാങ്ങിയ ആളുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, ഇപ്രകാരം ഹക്ക് അറിഞ്ഞിട്ട് അത് പകർന്നു കൊടുക്കുമ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു ഹദീസിന്റെ കാര്യം പറഞ്ഞല്ലേ, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും. ഒരുപാട് നന്മകൾക്കുള്ള ഒരു ഡോറാണ് അല്ലെ നമ്മൾ പഠിച്ച ഹക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഹക്ക് മറച്ചു വെച്ച് കഴിഞ്ഞാല് അത് ഹിദായത്തല്ല, എന്താണ്? വഴികേടാണെന്ന് മാത്രമല്ല ശിക്ഷയിൽ അവസാനിക്കുകയും ചെയ്യും. ഫമാ അസ്ബറഹും അലന്നാർ അവര് നരകത്തിന്റെ മേൽ എന്തൊരു ക്ഷമ കാണിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ കാര്യത്തില് എന്തൊരു ക്ഷമ കാണിക്കുന്നവരാണെന്നാ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലെ. നരകശിക്ഷ അനുഭവിക്കുന്ന കാര്യത്തിൽ എന്തൊരു ക്ഷമയാണ് അവർക്ക്. ഇതൊരു തഅജ്ജുബാണ്. അതായത് അത്ഭുതം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഇതൊരു സർക്കാസം എന്ന് പറയും, രൂക്ഷമായ പരിഹാസമാണ് അള്ളാഹു സുബ്ഹാനഹു തആല അല്ലെ. അവര് നമ്മളോട് ക്ഷമ കാണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരെവിടെയാ ക്ഷമ കാണിക്കുന്നത്? നരകശിക്ഷ അനുഭവിക്കുന്ന കാര്യത്തില്. ഫമാ അസ്ബറഹും അലന്നാസ്. സുബ്ഹാനല്ലാഹ്.
അവരെന്താ ഈ എടുക്കുന്നതെന്ന്, എന്താ അവർ ചൂസ് ചെയ്തതെന്ന് പോലും അവർക്ക് അറിയൂല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിശിതമായിട്ട് പരിഹസിക്കുക. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ചിന്തിക്കുക അല്ലെ, എന്താണ് ഇവിടുത്തെ തെറ്റ്? ഹക്ക് വന്നെത്തിയിട്ട് ഹക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വെക്കാന്ന് മാത്രമല്ല, അതുകൊണ്ട് ചില ലാഭങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആളുകളുടെ അംഗീകാരം എനിക്ക് കിട്ടും അല്ലെ. അവർ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ ഇതൊരു അത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രത്യേകം പറയുന്നു, ഹറാമും ഹലാലും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു ഹിക്മത്ത് ഉണ്ടെന്ന് അല്ലെ. ആ ഒരു ഹിക്മത്തോടു കൂടി, അല്ലെങ്കിൽ അവർ അറിയാത്ത കാര്യങ്ങളാവുമ്പോഴാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അത് മറച്ചു വെക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ നേട്ടം ഉദ്ദേശിച്ചാണെങ്കിൽ അവരെ കുറിച്ച് ഓൾറെഡി സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവര് ഹിദായത്ത് കൊടുത്ത് വഴികേട് വാങ്ങിയതാണ്. അവരുടെ കച്ചവടം അതാണ്. ഹിദായത്തിന് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പൈസ കൊടുത്തൊരു സാധനം വാങ്ങൂലേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൈസ കൊടുത്തിട്ട് വാങ്ങും. ഇവരെന്താണ്, ഹിദായത്ത് എന്ന് പറയുന്ന സുബ്ഹാനല്ലാഹ് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ട് വളരെ തുച്ഛമായിട്ടുള്ള വലാലത്ത് വാങ്ങിയ ആളുകളാണ് അല്ലെ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനമാണ് സുബ്ഹാനല്ലാഹ് നമുക്ക് കിട്ടിയ ഇൽമ, നമുക്ക് കിട്ടിയ ഹക്കുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൊടുത്തിട്ട് അവർ പകരം ശിക്ഷ വാങ്ങിയവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഫമാ അസ്ബറഹും അലന്നാർ, അവർക്ക് നരകശിക്ഷ അനുഭവിക്കുന്നതിൽ എന്തൊരു ക്ഷമയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തില് നരകശിക്ഷ നേടുന്ന ആളുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത ആയത്ത്, ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. സത്യം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതിനാലാണത്. വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ സത്യത്തിൽ നിന്ന് അകന്ന മത്സരത്തിലാകുന്നു തീർച്ച. വാക്കർത്ത് നോക്കാം. ദാലിക, അത്, ബി അന്നല്ലാഹ, അള്ളാഹു എന്നതിനാൽ, നസ്സലൽ കിതാബ്, ഗ്രന്ഥത്തെ ഇറക്കി, നസ്സല നൂൻ ജായിലാം, ബിൽ ഹഖ്, സത്യത്തോടെ, ഹ ഖാഫ് ഖാഫ്, വ ഇന്ന, നിശ്ചയമായും, അല്ലദീന ഇഖ്തലഫു, ഭിന്നിച്ചവർ, ഓക്കെ, ഇഖ്തലഫു ഇഖ്തിലാഫ്, ഖ ലാം ഫ, ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ, ലഫി ഷിഖാഖിൻ, അവർ ചേരി തിരിവിൽ തന്നെ, ഷീൻ ഖാഫ് ഖാഫ്, ബഈദ്, വിദൂരമായ, ബ ഐൻ ദാൽ. തഫ്സീർ നോക്കാം. ദാലിക, അത്, ബി അന്നല്ലാഹ നസ്സലൽ കിതാബ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥം സത്യമായിക്കൊണ്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ്. നസ്സല നൂൻ സായ് ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് ഹക്ക്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഹക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഹക്ക് ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു കളവല്ല അല്ലെ, അസത്യമല്ല ഇറക്കിയിട്ടുള്ളത്, സത്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിന്റെ ഓരോ ഭാഗങ്ങളും ഹക്കാണ്, ഓരോ വാക്കുകളും ഹക്കാണ്, സത്യമാണ് അല്ലെ. അതിനകത്ത് ഒരു ഫാൾസ്ഹുഡ് ഇല്ല, ഒരു തെറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പിന്തുടരണം അല്ലെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്, അല്ലാതെ കളവുകളല്ല. അപ്പം അത്തരത്തിൽ സത്യങ്ങള് സുബ്ഹാനല്ലാഹ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ ജീവിതത്തിൽ തന്നെ എന്തൊരു കാര്യത്തിന്റെയും ഒരു പ്രയോജനമുള്ള ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവരുടെ അടുത്ത് പറയും അല്ലെ. പ്രയോജനങ്ങൾ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായിട്ട് ഇറക്കിയ ഗ്രന്ഥം അത് പ്രഖ്യാപിക്കപ്പെടണം അല്ലെ, സത്യം പ്രഖ്യാപിക്കപ്പെടണം, അത് അറിയിച്ചു കൊടുക്കണം. എന്നാ വ ഇന്നല്ലദീന ഇഖ്തലഫു, നിശ്ചയമായും യാതൊരുവർ, അവരെന്താണ്, ഇഖ്തലഫു, ഖ ല ഫ, ഇഖ്തിലാഫ്. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യത്യാസപ്പെടുക, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ചേരിതിരിവുകൾ ഉണ്ടാവുക. അപ്പം ആര് ഫിൽ കിതാബ്, ആ ഗ്രന്ഥത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ, ആ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ അവര് സത്യത്തിൽ നിന്ന് ഭിന്നിച്ചിരിക്കുന്നുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥം അല്ലെ. അപ്പം ആളുകൾക്ക് ആ കാര്യത്തിൽ ആര് ഭിന്നിച്ചിട്ടുണ്ടോ, സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഭിന്നിക്കുന്നത്? ചിലര് അതിനെ വിശ്വസിക്കും, ചിലർ അതിനെ വിശ്വസിക്കൂല. ചിലർ അതിന്റെ കുറച്ച് പാർട്സ് എടുക്കും, ബാക്കി പാർട്സ് എടുക്കൂല. വേറെ ചിലര് ഇവരെടുക്കുന്ന പാർട്സ് എടുക്കൂല, വേറെ പാർട്സ് എടുക്കും അല്ലെ. അങ്ങനെയും ഭിന്നിപ്പുണ്ടാവും. ആൻഡ് ഏറ്റവും വലിയ ഭിന്നിപ്പ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസിൽ, അതിനെ മനസ്സിലാക്കുന്നതിലുള്ള ഭിന്നിപ്പുകളാണ്. അതായത് ഒരു കൂട്ടം ആളുകള് നമ്മള്
പറഞ്ഞ എന്താണ് വ്യാഖ്യാനം, അല്ലെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യാഖ്യാനം, അല്ലെങ്കിൽ നമ്മളുടെ പണ്ഡിതന്മാർ ആരെങ്കിലും ആവട്ടെ സുബ്ഹാനല്ലാഹ്, അവർ ഫോളോ ചെയ്യുന്ന മദ്ഹബോ എന്തും അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കടുംപിടുത്തം പിടിച്ചിട്ട് മറ്റുള്ളത് തെറ്റാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും ആളുകൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ അവര് ഈ ഇഖ്തിലാഫില്, അതായത് സുബ്ഹാനല്ലാഹ്, മനുഷ്യ സഹജമായ ഒരു ചിന്തയാണ് ഞാൻ ചെയ്യുന്നത് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, നമ്മൾ ഏഹികമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും, കാരണം എല്ലാവരും അവനവന്റെ ശരികളാണ് ഏറ്റവും വലിയ ശരികൾ, മറ്റുള്ളവരുടെ ശരികളിൽ ആളുകൾ കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇഖ്തിലാഫിനകത്ത് ഗെറ്റ് ലോസ്റ്റ് ആവുക, അതായത് അതിനകത്ത് മുഴുകി പോവുക, അവരുടെ ഹമ്മും ഗമ്മും ഒക്കെ, അതായത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫോക്കസ് ഇതായി പോവാ, അവരുടെ ജീവിതത്തിന്റെ ഇഖ്തിലാഫാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്നാണ് എന്താ പറയുന്നത്, അവരെന്താ പറയുന്നത്, അവരെ വായിന്ന് എന്താ വീഴുന്നത്, അത് തെറ്റാണല്ലോ, ഓ അപ്പൊ അവര് തെറ്റ് പറഞ്ഞതുകൊണ്ട് അവര് ഡീവിയേറ്റ് ചെയ്ത ആൾക്കാരാണല്ലോ, ഇത് മാത്രമാണല്ലോ ശരി, ഈ ഗ്രൂപ്പ് മാത്രമാണല്ലോ സ്വർഗത്തിൽ പോണത് അല്ലെ. ആ കാര്യത്തിന്റെ പിന്നാലെ ഓടി നടന്ന് അന്വേഷിച്ച് അത് മാത്രം ജീവിതത്തിന്റെ ഹമ്മാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഹമ്മാക്കിയിട്ടുള്ള, ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് വിചാരിക്കുന്ന, ഇതിനകത്ത് ലോസ്റ്റ് ആയി പോകുന്ന ആളുകളുണ്ട്. ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ്, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്, ലഫീ ശിഖാഖിൻ ബഈദ്, അവര് അങ്ങേയറ്റം ഡിസെൻഷനിലാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങേയറ്റം മാത്സര്യത്തിലാണ്, കടുത്ത എക്സ്ട്രീം ആയിട്ടുള്ള അങ്ങേയറ്റം അകന്ന രീതിയിലുള്ള മാത്സര്യത്തിലാണ്. സുബ്ഹാനല്ലാഹ്, കലഹത്തിലാണ്, അനൈക്യത്തിലാണ്, അഭിപ്രായ വിരോധത്തിലാണ്. ഷിഖാഖ്, ഷീൻ ഖാഫ് ഖാഫ്, നമ്മൾ മുമ്പും ഈ വാക്ക് കണ്ടിട്ടുണ്ട് അല്ലെ. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ ഇദസ്സമാഉൻ ഷഖത്ത് പറയുന്നത്, അവിടെ എന്താണ്, പൊട്ടിപ്പിളരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അപ്പൊ ഇവിടെ എന്താണ്, പൊട്ടിപ്പിളർന്ന് അവര് രണ്ടായി പോവാണ്, അങ്ങനെ മൂന്നാവാണ്, നാലാവാണ് അല്ലെ, അവരങ്ങനെ പല വഴിക്ക് പോവാണ്. ബഈദ്, വിദൂരമായ, ദൂരെയുള്ള. നമ്മളിപ്പം ജസ്റ്റ് ഒരു റോഡ് ഇമാജിൻ ചെയ്ത് നോക്കും. ഓക്കെ, ഒരു റോഡിൽ ഇങ്ങനെ പോവാണ്, അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ റോഡ് രണ്ടായിട്ട് തിരിയുന്നു, ഒരാൾ റൈറ്റിലേക്കും പോണു, ഒരാൾ ലെഫ്റ്റിലേക്കും പോണു അല്ലെ. അപ്പം ഈ റൈറ്റിലേക്ക് പോയാൽ കുറെ മുന്നോട്ട് പോയി, ലെഫ്റ്റിലേക്ക് പോയാൽ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പം അതായത് ഒരു റോഡ് കൂടി രണ്ടാളുകൾ പോകുന്നുണ്ടെങ്കിൽ ഈ രണ്ട് റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർ രണ്ട് വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം അവർ തമ്മിലുള്ള ദൂരം ഭയങ്കര കൂടുതലാണ് അല്ലെ. രണ്ടും പേരും രണ്ട് വഴിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ദൂരം ഭയങ്കര കൂടുതലാണ്. രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയത്, രണ്ട് റോഡുകളാണ് എടുത്തത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിനെ സംബന്ധിച്ച് ഇഖ്തിലാഫിലാകപ്പെടുന്ന ആളുകള്, അവര് ഹിദായത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന്, ഹക്കിൽ നിന്ന് വളരെയധികം ദൂരെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഈ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹലാലിനെയും ഹറാമിനെയും കുറിച്ച് കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്. ഹലാലിന്റെ ഹറാമിന്റെ കാര്യം വരുമ്പം ആളുകൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരാൾ പറയും ഇന്നതാ ശരി, ഇത് ഹറാമാണ്, എന്നാൽ മറ്റേ ആൾ പറയും നേരെ തിരിച്ച്, ഇതാണ് ഹറാം, ഇതാണ് ഹലാല്. ചിലർ പറയും ഇതിൽ കുറച്ച് ഹലാലാണ്, ബാക്കി ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവർ പറയുന്നത് ശരിയാ, അല്ല അവർ പറയുന്നത് തെറ്റാ, അവർ തെറ്റ് പറഞ്ഞവർ, അവർ വളരെ മോശപ്പെട്ട ആളുകൾ, എന്നാ പിന്നെ ഇത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കാം അല്ലെ. അങ്ങനെ ആണോ, അതിൽ പെടുകയാണോ വേണ്ടത്, എന്നിട്ട് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്ത്, അതിനെക്കുറിച്ച് വാദിച്ച്, അത് പറഞ്ഞ ശരി പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി, എവിടെ വേണമെങ്കിലും പോയി അതിനെക്കുറിച്ച് പ്രസംഗിച്ച്, എവിടെ വേണമെങ്കിലും അതിന്റെ യൂട്യൂബ് ലിങ്കുകൾ പോസ്റ്റ് ചെയ്ത്. സുബ്ഹാനല്ലാഹ്, നമ്മള് പൊതുവെ അല്ലെ, നമ്മൾ ഭയങ്കര റിലീജിയസ് ആണോ, എനിക്ക് ഭയങ്കര ദീനുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിചാരം അല്ലെങ്കിൽ ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ദീനുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹലാലും ഹറാമും ഒക്കെ എനിക്ക് കംപ്ലീറ്റ് 100% എനിക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, എനിക്ക് അറിയുന്നത് മുഴുവനും കറക്റ്റാണ്, അതുകൊണ്ട് ആ ആള് പറഞ്ഞതിൽ ഫുൾ തെറ്റുണ്ടെന്ന് ഞാൻ നാട്ടുകാരെ മുഴുവനും അറിയിക്കും. അതാണ് ദീനെന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒരുപാട് മേലെയാ, ഒരുപാട് മേലെയാ. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസിന്റെ പേരിൽ നമ്മൾ വാദപ്രതിവാദത്തിന് പോകുമ്പം ഇബ്ലീസിന് ഇത്ര സന്തോഷമുള്ള കാര്യം വേറെ ഇല്ല. നമ്മുടെ മനസ്സിൽ ആ ഹമ്മിട്ട് തരാൻ, ഇതാണ് നിന്റെ മെയിൻ എന്നുള്ള തോന്നലിട്ട് തരാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഒന്നിച്ചു പോകേണ്ട ആളുകളാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഡിഫറൻസിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവരാണ് ഹക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരെ പോകുന്നവര്,
അതായത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കലഹിച്ച് പരസ്പരം മാത്സര്യത്തിൽ ഇടപെട്ട് ഒരാൾ മറ്റൊരാളുടെ മേലെ ചെളി വാരി എറിഞ്ഞ് കളിക്കുന്നവരാണ് ഹക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരെ പോകുന്നവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കളുടെ ഇടയിൽ, ഈവൻ താബിഈങ്ങളുടെ ഇടയിലും ഒക്കെ അവരുടെ ഇടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫിഖ്ഹി കാര്യങ്ങളിൽ പോലും ഹലാലും ഹറാമിലും പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ. അവര് അന്നത്തെ അവസ്ഥയിൽ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റുകളിൽ പോയിട്ടുള്ള അനൗൺസ്മെന്റ് അല്ലെ. അപ്പൊ അവർ ഒരു സ്ട്രീറ്റിൽ പോയി നിന്നിട്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ വിളിച്ച് പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരുടെ പേരുകൾ വിളിച്ച് നാറ്റിച്ചിട്ടില്ല അല്ലെ. നിങ്ങൾ ഇന്ന ആൾക്കാരെ ഫോളോ ചെയ്ത് അവർ പറയുന്നത് തെറ്റാണ്, ഇവർ പറയുന്നത് തെറ്റാന്ന് അവർ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അവരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ റെസ്പെക്റ്റോട് കൂടി അതിനെ ഹാൻഡിൽ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു. അവർ രണ്ട് വഴിക്ക് പിരിഞ്ഞ് ഒരുപാട് ബഈദായില്ല, പകരം പാരലൽ അവർ പോയില്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈവൻ ഇന്നത്തെ മാഷാഅല്ലാഹ് പല പണ്ഡിതന്മാരുടെ ഇടയിലും നമുക്ക് കാണാം അവരുടെ ഫിഖ്ഹി കാര്യങ്ങളെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഒരു കൂട്ടർ പറയും ഇത് ഹലാലാണെന്ന്, വേറൊരു കൂട്ടർ പറയും ഇത് ഹറാമാണെന്ന്. പക്ഷെ അങ്ങനെ ഇരിക്കെ പോലും അവർ തമ്മിൽ നല്ല റെസ്പെക്റ്റോട് കൂടി പോകുന്ന മാതൃകകൾ ഇന്നത്തെ കാലത്തും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മള് അതിനെ വെറുക്കൂലേ. നമ്മൾ പറഞ്ഞതല്ല ശരിയെന്ന് പറയുന്ന ഏതെങ്കിലും ആളുകളെ കാണുമ്പോൾ നമുക്ക് പിന്നെ വെറുപ്പാ. നമ്മളെ വിചാരം അങ്ങനെ വെറുക്കണം എന്നാണ്, അതാണ് ശരിയെന്നാണ് നമ്മളുടെ വിചാരം. നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ ബ്രെയിൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെ ഒരാൾ നമ്മൾ പറഞ്ഞതല്ല ശരിയെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ വെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. സുബ്ഹാനല്ലാഹ്. നമ്മളതല്ലാത്തൊരു ഒപ്പീനിയൻ ആരെങ്കിലും ഫോളോ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ തെളിവുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് അത് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, അതിന്റെ പേരിൽ അവരെ വെറുക്കാൻ നമുക്ക് ഇതിൽ ഒരു കാരണവുമില്ല. സുബ്ഹാനല്ലാഹ്. ഒരു കാരണവുമില്ല അല്ലെ. നമ്മൾ കഴിഞ്ഞ നരകശിക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. ആരാണ് നരകത്തിന്റെ തീയിലിട്ട് വറുക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക? ഏതൊരു വ്യക്തിയാണെങ്കിലും. അപ്പൊ നമുക്ക് എല്ലാവരോടും കൺസേൺ, സിമ്പതി ഉണ്ടാവേണ്ടത് അല്ലെ. സുബ്ഹാനല്ലാഹ്. വെറുക്കാൻ പുറത്തുള്ള അമുസ്ലിമായ ഒരാളടുത്ത് പോലും വെറുക്കാനുള്ള അത് നമുക്കില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ചിലപ്പോൾ നമ്മൾ വെറുക്കുന്നുണ്ടാവും, വെറുക്കണം. പക്ഷെ ആ വ്യക്തിനെ വെറുക്കാൻ നമുക്ക് അധികാരമില്ല, അല്ലെങ്കിൽ അനുവാദമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സ്നേഹം കൊടുത്ത് നമ്മുടെ ദീനിലേക്ക് കൊണ്ടുവരാവേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ചുരുങ്ങി നമുക്ക് സ്നേഹം കൊടുക്കാനും കോരി ഒഴിക്കാനും ദീൻ കാണിച്ചു കൊടുക്കാനും പറ്റില്ലെങ്കിൽ പോലും വെറുപ്പ് നമുക്ക് പാടില്ല. നമ്മൾ അപ്പം അവർക്ക് തെളിവുകൾ ഉണ്ടാവും, അവരുടെ തെളിവ് നമുക്ക് ഒരു പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ അവരവരുടെ പാട്ടിനെ വിട്ടേക്കുന്ന നമ്മളെ മദ്ഹബുകളുടെ കാര്യം കഴിഞ്ഞ 2-3 ക്ലാസ് മുമ്പേ പറഞ്ഞിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈവൻ മദ്ഹബുകളുടെ ഇമാമുകൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ഞാൻ പറഞ്ഞത് എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യണം. ആ പണ്ഡിതന്മാര് അവരൊരു ജീവിതകാലം മുഴുവനും അവരുണ്ടാക്കിയ റിസർച്ചിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഖ് കാര്യങ്ങൾ, അതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തെറ്റാണ്, അതാണ് ശരിയെന്ന് അല്ലെ. അവർക്കത് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഇതിന്റെ പേരിൽ കടമ്പിടുത്തം പിടിക്കുന്നത്? അപ്പം കിട്ടിയ ചാൻസിലൊക്കെ അവരെ നാറ്റിക്കാനും അവർ പറഞ്ഞ തെറ്റാണെന്ന് പറയാനും പോകണ്ട. ലഫീ ശിഖാഖിൻ ബഈദ് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഹക്കിൽ നിന്ന് ഒരുപാട് ദൂരെ പോകുന്നതിനേക്കാൾ പ്രയാസമുള്ള വേറെ എന്തുണ്ട് ദുനിയാവിൽ ഇന്നലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കറിയാം, ഇപ്പൊ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, നമുക്ക് സത്യം അറിയാം, അതിന്റെ ദലീൽ, അതിന്റെ എവിഡൻസ് നമുക്ക് അറിയാം എന്ന് വെക്കുക. അവരെടുത്ത് പറയും, പേഴ്സണലി നിങ്ങൾ അവരെടുത്ത് ചെന്നിട്ട് പറയും. പിന്നെ അതിനുശേഷം അവരെന്തോ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടക്കുള്ള കാര്യമാണ്. ഓക്കെ. അതുപോലെ നിങ്ങളൊരു ദലീൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഓക്കെ, ഇന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനെതിരെയുള്ള ഒരു തെളിവ് നമ്മൾ കണ്ടു നോക്കുക. അതിനെതിരെയുള്ള ഒരു തെളിവ് നമ്മളടുത്ത് ആരെങ്കിലും പറഞ്ഞു നോക്കുക, നമ്മൾ സ്വീകരിക്കണം അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ മറ്റുള്ളവരെ മാത്രം മുറത്തിലിട്ട് തട്ടുന്നത് പോലെ നമ്മളടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യം തെറ്റാണെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ, ആ തെളിവ് നമുക്ക് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്വീകരിക്കണം. അല്ലാതെ ഇല്ല ഇതാണ് എന്റെ ഒപ്പീനിയൻ, ഞാൻ ഇവിടുന്ന് മാറൂല, ഹക്ക് മനസ്സിലായാൽ പോലും ഇല്ല ഞാൻ ഇവിടുന്ന് മാറൂല എന്ന് പറയാൻ നമുക്ക്, അതും ലഫീ ശിഖാഖിൽ പെട്ടതാണ്, ഹക്കിൽ നിന്ന് ദൂരെ പോകലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം കുറേ ഉദാഹരണങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതിന്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ റംസാനും ഈദും ഒക്കെ വരുമ്പം ഈ മാസം കാണുന്ന സമയത്ത് വരുന്ന കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. പല ഗ്രൂപ്പുകൾ, അതിന്റെ പേരിൽ തന്നെ ഇപ്പൊ ഗ്രൂപ്പുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സിന്റെ സമയത്ത് ഇത് ചെയ്യാൻ പാടുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളുണ്ട്. നമ്മള്
നമുക്ക് വേണ്ട അറിവ്, ഇന്നൊരു കാര്യം എനിക്ക് സംശയമുണ്ടോ, നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമോ, ചെയ്യാം. അറിവുള്ള ആളുകളടുത്ത് ചോദിക്കാൻ പറ്റുമോ, ചോദിക്കാന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇത് ചോദിച്ചോണ്ട് വസ്വാസാക്കി വെക്കലല്ല. ചോദിക്കുക, തെളിവുകൾ എടുക്കുക, മനസ്സിലാക്കുക, അതിനെ സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യൽ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തെളിവ് സഹിതം മനസ്സിലായോ, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവരെന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ പോവണ്ട. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ നമ്മൾ കണ്ടു, ഓരോ വാക്കും നമ്മളടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെ. ഓരോ വാക്കും നമ്മളടുത്ത് പറയുന്നത് ഇന്നലത്തെ നീ അല്ല ശരി, നാളെ നീ വേറെ ആവണം, മാറണം, തിരുത്തണം അല്ലെ. അപ്പൊ തെളിവ് കണ്ടു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം ഇന്നമൽ അഅ്മാലു ബിനിയ്യാത്ത് അല്ലെ, നീയത്തിനനുസരിച്ചാണ് അമലുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നീയത്തുകളെ ചോദ്യം ചെയ്യും. നമ്മളുടെ റിയാക്ഷൻസിന്, നമ്മളിലേക്ക് ഒരു ഹക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരുന്നു, അതിനെ ചോദ്യം ചെയ്യും. നമ്മൾ അതിനോട് എങ്ങനെയാണ് പെരുമാറിയത്, പ്രതികരിച്ചത് അല്ലെ, എങ്ങനെയാണ് ആ സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്തത്, നമ്മൾ റെസ്പെക്ട് ചെയ്തോ, നമ്മൾ ആളുകൾ തമ്മിൽ ആ ഒരു പ്രശ്നം, ആ ഒരു ഹക്കിന്റെ പേരിൽ കലഹമുണ്ടാക്കിയോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. നമ്മൾ ഒരു കാര്യം, ഒരു ആക്ഷൻ ചെയ്തോ എന്ന് ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ അതെങ്ങനെ ചെയ്തു, അതെങ്ങനെ അറിഞ്ഞപ്പോ നീ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, നീ അതിന്റെ പേരിൽ തല്ലുണ്ടാക്കിയോ, വഴക്കുണ്ടാക്കിയോ, ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ, നീ ഇങ്ങനെ അത് ആ ഇൽമ നേടി, ഇങ്ങനെ ആ ഇൽമിനെ നീ ഹാൻഡിൽ ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വിചാരം ചെയ്താൽ മാത്രം മതി എന്നല്ലേ, കുറെ വഴക്കോ അടിയും തല്ലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയെന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. കാരണം ഇന്നമൽ അഅ്മാലു ബിനിയ്യാത്ത്, നമ്മുടെ മനസ്സിലുള്ള നീയത്ത് എന്താണെന്നുള്ളതിനനുസരിച്ചാണ്. നമ്മളിലേക്ക് എന്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഇല്ല ഞാൻ വർഷങ്ങളായിട്ട് ഇതാ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതേ ചെയ്യുള്ളൂ, അവര് പറയുന്നത് തെറ്റാ. അതായത് അവര് പറയുന്നത് കൊണ്ടാ, എന്ത് പറയുന്നു എന്നുള്ളതല്ല, അവര് പറയുന്നത് കൊണ്ട് അത് തെറ്റാ. എന്ത് പറയുന്നു നോക്ക്, ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ടോന്ന് നോക്ക്, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക, അല്ലാണ്ട് അവര് പറയുന്നത് കൊണ്ട് അത് തെറ്റാന്ന് വിചാരിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതിന്റെ വലിയൊരു ഡൗൺ സൈഡ് നമുക്കൊക്കെ വല്ലാണ്ട് നമ്മളൊക്കെ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെ. നമ്മളൊരു ചെറിയ രീതിയിൽ പോലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് പുറത്തു നിന്നുള്ള ഒരാളെ പോലെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്ന ഒരാള്, അവർക്ക് നമ്മൾ എന്ത് വ്യൂ ആണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മളെ വീട്ടില് നമ്മളുടെ ഒരു മോൾക്കോ ഒരു മോനോ ഒരു പ്രപ്പോസൽ വരാം, നമ്മുടെ നെയ്ബേഴ്സിന്റെ അടുത്ത് വന്ന് ചോദിക്കാം എന്താണ്, എങ്ങനെയാണ് അവരെ വീട്ടുകാർ. ഇപ്പൊ നെയ്ബർ പറയാം അവിടെ എപ്പോഴും ഒച്ചയാ, അവർ തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമാണ്. ഭാര്യയെ ഒച്ചത്തിൽ സംസാരിക്കുന്നേക്കാം, ഭർത്താവും മകനും മകളും ഒക്കെ ഒച്ചത്തിൽ സംസാരിക്കുന്നേക്കാം, അവർ തമ്മിൽ വാദപ്രതിവാദങ്ങളാണ്. മാത്രമല്ല അവർ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടും ഇവിടുത്തെ കുറ്റം പറയും, ഇപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അപ്പുറത്തെ കുറ്റം പറയും. ഈ പ്രപ്പോസൽ അന്വേഷിക്കാൻ വന്നവർക്ക് എടുക്കാൻ തോന്നോ? എല്ലാ വീട്ടിലും ഉണ്ട് അല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ അത് നമ്മൾ റെസ്പെക്റ്റോട് കൂടി, ഡിഗ്നിറ്റിയോട് കൂടി നമ്മൾ ആ ഡിഫറൻസസ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, കാരണം അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു വീടും ഇല്ല. അപ്പൊ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന വ്യൂ എന്താണ് ദീനിനെ കുറിച്ച്, അത് നമ്മൾ ആലോചിക്കുക. ഇത്തരത്തിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഹരം കണ്ടെത്തുന്നവരാണെങ്കിൽ. ഓക്കെ, വേറൊരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പം സുബ്ഹാനല്ലാഹ്, ഇനിയിപ്പോ ഗ്രൂപ്പുകളിലാണെങ്കിലും അല്ലാതെയും ചില ആളുകളെങ്കിലും അവർക്ക് അവരുടെ ദീനിനെ കുറിച്ചുള്ള ഒരു കൺവിക്ഷൻ, യഖീനിൽ നിന്ന് നമ്മൾ മെല്ലെ തട്ടി മാറ്റുക. ചിലപ്പോൾ നമ്മൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്ന നമുക്ക് ചിലപ്പം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇന്ന ആള് ഇന്നത് മോശം പറഞ്ഞു, പക്ഷെ ശരിയുള്ളത് എവിടെയാണ്, ശരി എവിടുന്നാ എടുക്കേണ്ടത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന നമുക്കറിയായിരിക്കും. പക്ഷെ ഇത് കാണുന്ന, ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭയങ്കര റെലവൻസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയക്കുന്ന ഇതുപോലെയുള്ള മെസ്സേജസ് ആണ്. ആ ഗ്രൂപ്പിനകത്ത് പല മൈൻഡ് സെറ്റുള്ള പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവര് ചിലപ്പം ഈ ഒരു വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പണ്ഡിതരിൽ നിന്നോ എൽമ എടുത്തുകൊണ്ട് ഒരുപാട് അവരുടെ ഇബാദത്തുകളും അവരുടെ നിയത്തുകളും അവരുടെ ഹൃദയം ഒക്കെ മാറ്റി 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 ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു സ്പാർക്ക്, ഒരു നെഗറ്റീവ് കിട്ടുന്നത്. പെട്ടെന്ന് അവര് കൺഫ്യൂഷനായി. ഒന്നെങ്കിൽ അവരത് നിർത്തും, അല്ലെങ്കിൽ അവർ വേറൊരു വഴിക്ക് ചിലപ്പോൾ അവർ എൽമ എടുത്ത് തുടങ്ങും. കാരണം ഇത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ വരുന്നത് അല്ലേ. കുറച്ചു ദിവസം കഴിയുമ്പോൾ കാണാം ആ ഗ്രൂപ്പും, കാരണം എല്ലാ ഗ്രൂപ്പുകളും എല്ലാ പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ ആളുകളും മനുഷ്യന്മാരാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്, അവർക്ക് ഡിഫറൻസസ് ഉണ്ടാവും. ഫിഖ്ഹില് പ്രത്യേകിച്ച് പല കാര്യത്തില് ഡിഫറൻസസ് ഉണ്ടാവും, അവരിൽ തെറ്റുകൾ പറ്റും.
അത് നിർബന്ധമാണ്, മനുഷ്യന്മാരായതുകൊണ്ട് എന്തായാലും അത് ഉണ്ടാവും. അപ്പം ഇവർ ഒരു വഴിക്ക് പോയി, അത് തെറ്റാന്ന് മനസ്സിലായി, വേറൊരു വഴിയിലെത്തി, അവിടെയും കുറച്ചു കാലം കഴിയുമ്പോൾ അത് തെറ്റാന്ന് മനസ്സിലായി. അവര് സാധാരണക്കാരായ മനുഷ്യര്, പഠിച്ചോനെ എല്ലാം പോയല്ലോ, ഇനിയിപ്പോ ഇതെന്താ ശരി. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളുടെ ന്യൂജൻ, നമ്മുടെ മക്കള്, സുബ്ഹാനല്ലാഹ്. നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗ്രൂപ്പുകളിലും ഒരു ഫോം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. മാഷാ അല്ലാഹ്, എല്ലാവരും നല്ല രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നല്ല റെസ്പോൺസസ് ഒക്കെ വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികളുടെ. പലതും നമുക്ക് വിഷമം തരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ജീവിത രീതികളുടെ, അവർക്ക് കിട്ടുന്ന മീഡിയ എക്സ്പോഷറിന്റെ ഒക്കെ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു ചോദ്യം എന്താണെന്നറിയാം? ഏറ്റവും വിഷമം തോന്നിയ ഒരു ചോദ്യം, ആരാ ശരി, എവിടുന്നാ പഠിക്കേണ്ടത്? അവര് പറയുന്ന ഇവരാ ശരി, ഇവര് പറയുന്ന അവരാ ശരി, എവിടുന്നാ നമ്മൾ പഠിക്കുക? ഒരു കുട്ടി സുബ്ഹാനല്ലാഹ് ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു പാരഗ്രാഫിൽ. ഞാൻ ഇന്ന രീതിയിലായിരുന്നു ഫോളോ ചെയ്തത്, കാരണം എന്റെ വീട്ടുകാർ ഇതായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അവര് തന്നെ, ഉമ്മയും വാപ്പയായിരിക്കാം, എന്തോ അവര് തന്നെ ഇതാണ് ശരി മറ്റേതാ തെറ്റെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വേറൊരു വഴി, അതിൽ ആ ഒരു ട്രാക്ക് കൂടെ പോയി തുടങ്ങി. അവിടെയും ആളുകൾ പറയുന്നത് കേട്ടു ഇത് തെറ്റാണെന്ന്. അപ്പം നമ്മൾ എവിടെ നിന്നാണ് എൽമ എടുക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ശരിക്കും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാ ഇതിന് റെസ്പോൺസിബിൾ? അവർക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കുക. നമ്മളുടെ മക്കൾ ഇന്ന് ഡിവിയേറ്റ് ആവുന്നു, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ ആരാ? നമ്മളല്ലേ. അതുകൊണ്ട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണ്ട. അള്ളാഹു അൽ ഹാദി ആണ്. അള്ളാഹു ആണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രോമിസ് ആണ് പഠിപ്പിക്കും എന്നുള്ളത്, അല്ലെ? നിങ്ങൾ തഖ്വയുള്ളവരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇൽമ് ഞാൻ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് ആണ്. അതായത് നിങ്ങൾ തഖ്വയുള്ളവരായി കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്കറിയാലേ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. അതായത് ബേസിക്കലി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കലാണ് തഖ്വയുള്ളവരാവാന്നുള്ളത്, അല്ലെ? സുബ്ഹാനല്ലാഹ്, പരമാവധി. കാരണം നമുക്ക് 100% ആവാൻ നമ്മളെ കൊണ്ട് ഒരു പക്ഷേ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ആയ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചോളൂ. അപ്പൊ അള്ളാഹ് പഠിപ്പിച്ചോളും. നമ്മൾ അൽ ഹാദി ആവണ്ട, അല്ലെ? സുബ്ഹാനല്ലാഹ്, നമ്മൾ അൽ അലീം ആവണ്ട. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വേറൊരു പ്രോമിസ് ആണ് ഖുർആൻ അള്ളാഹു സംരക്ഷിക്കും എന്നുള്ളത്. ലോകാവസാനം വരെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കും എന്നുള്ളത്, അല്ലെ? എങ്ങനെയാണ് ഖുർആൻ ഇപ്പൊ സംരക്ഷിക്കപ്പെടുന്നത്? ഹൃദയങ്ങളിൽ, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല പലർക്കും തൗഫീഖ് കൊടുക്കുകയാണ് അവരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഹാഫിദമാരെന്ന് നമ്മളുടെ ഇടയിലുണ്ട്. എന്നാ അവരും ഹാഫിള് ആയതിനു ശേഷം ചിലർ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഖുർആൻ ഫുള്ള് ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് പല മോശപ്പെട്ട കാര്യങ്ങളിലേക്കും എത്തുന്ന ആളുകളുണ്ട്, അല്ലെ? എങ്ങനെയാണ്? അത് അള്ളാഹു അനുവദിച്ചിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖുർആൻ ഹോൾഡ് ചെയ്യുന്ന ഹൃദയങ്ങളിൽ പോലും പലരും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ഖദറുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്ക് തടയാൻ പറ്റൂല അതിന്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് ആണ് അവൻ പഠിപ്പിക്കും എന്നുള്ളത്, അല്ലെ? അത് പല വഴികളിലൂടെ അവൻ പഠിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ജിബ്രീലിനെ നമുക്ക് ഇറക്കി തന്നിട്ടല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പല വഴികളിലൂടെ നമ്മളെ പഠിപ്പിക്കണം. പല അധ്യാപകരിലൂടെ, പല ഗ്രന്ഥങ്ങളിലൂടെ, പല ഗ്രൂപ്പുകളിലൂടെ. അവന്റെ ഖദറുണ്ട് അതിനകത്ത്, അല്ലെ? എന്നെ ഇന്ന ദിവസം ഇന്ന കാര്യം പഠിപ്പിക്കണം എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. ഒരു പഴുത്ത ഇല വീഴുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റെക്കോർഡിൽ ഉണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള റബ്ബ് ഇന്ന് എന്നെ എന്ത് പഠിപ്പിക്കണം എന്ന് റബ്ബിന്റെ ഖദറിലുള്ളതാണ്. അവനറിയാം ആര് ഗൈഡ് ചെയ്യണം, ആരെ വഴിതെറ്റിക്കണം എന്ന്. ഓക്കെ, അതെല്ലാം അവരുടെ ഹൃദയങ്ങൾ. ഇപ്പൊ എന്റെ ഹൃദയത്തിൽ ഹിദായത്തോട്, അല്ലെ, ഇഖ്ലാസോട് കൂടി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിദായത്ത് വേണം ഞാൻ ആഗ്രഹിക്കുകയും അതിനനുസരിച്ചുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹിന്റെ പ്രോമിസ് ആണ്, അള്ളാഹിന്റെ ഡ്യൂട്ടിയാണ് അത് എന്നിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത്. അള്ളാഹ്ക്ക് ഒരേ ഉദാഹരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു കൂട്ടരെ വഴി തെറ്റിക്കാനും ഒരു കൂട്ടരെ വഴികേടിലാക്കാനും പറ്റും. നമ്മൾ കൊതുകിന്റെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? അതിനേക്കാളും നിസ്സാരമായത് ഞാൻ പറയും, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനേക്കാളും നിസ്സാരമായ ഉദാഹരണവും ഞാൻ പറയും. പക്ഷേ യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. അതുകൊണ്ട് ഞാൻ കുറെ ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്യും, കുറെ ആളുകളെ നേർവഴിയിലാക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് ഒക്കെ കേട്ടിട്ട് ചില തെറ്റുകൾ പഠിച്ചു വെച്ചു എന്നൊക്കെ, ഓക്കെ, നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ള ചില കാര്യങ്ങൾ പണ്ട് നമ്മൾ തെറ്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ അത് കറക്റ്റ് ചെയ്ത് തരുന്നില്ലേ? പലതും നമ്മളിലെ ഇപ്പം സുബ്ഹാനല്ലാഹ് പലതിന്റെയും തെളിവുകൾ കാണുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ലേ? നമുക്ക് മാറ്റാൻ പറ്റുന്നില്ലേ? അൽഹംദുലില്ലാഹ്.
അപ്പം അള്ളാഹു അൽ ഹാദിയാണ്, അള്ളാഹു അൽ അലീമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രോമിസ് ആണ് ഹിദായത്ത്. അപ്പൊ നമ്മൾ അതിന്റെ ഡ്യൂട്ടി കയ്യിൽ ഏറ്റെടുത്ത് ദുനിയാവിലുള്ള ആരാ ശരി പറയുന്ന ആരാ തെറ്റ് പറയുന്നത് നോക്കി അരിപ്പ കൊണ്ട് നടന്നിട്ട് എല്ലാവരുടെ അടുത്ത് ഇവര് തെറ്റാ ഇവര് ശരിയാന്ന് പറയുമ്പം ശരിക്കും നമുക്ക് നമ്മളുടെ ദീൻ കൈവിട്ടു പോകണം. നമ്മൾ ഇതാണ് ദീൻ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ ഹിദായത്ത്, നമ്മളുടെ ദീൻ, നമ്മുടെ ഇൽമ് അതൊരു പേഴ്സണൽ അഫെയർ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തരുന്ന ഇൽമ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഹൈറായ വഴിയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരും. ഏറ്റവും ഹൈറായ വഴിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ എന്ത് പഠിക്കാൻ ഇറങ്ങുമ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ബേസിക് റിസർച്ച് നടത്താം. ഇത് ശരിയാണോ, ഇന്ന ആളുകൾ ശരിയാണോ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്കറിയുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ ചോദിക്കുക. ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇസ്തിഖാറ നമസ്കരിച്ച് റബ്ബിൽ ഏൽപ്പിക്കുക. പിന്നെ റബ്ബിന്റെ ഡ്യൂട്ടിയാ. റബ്ബിനേക്കാൾ കഴിവ് നമുക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ അൽ ഹാദി ആവണ്ട. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മൾ അൽ ഹാദി ആവണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പാക്കി തരട്ടെ. കാരണം ഇന്നത്തെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ഫിത്നയാണ് ഇത്. നമ്മൾ പലതിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മളെ മക്കൾ വഴിതെറ്റി പോകുന്നതിനാണെങ്കിലും നമ്മൾ വഴിതെറ്റി പോകുന്നതിനാണെങ്കിലും മീഡിയനെയും അതിനെയും ഇതിനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് എല്ലാവരുടെയും ബേസിക്കലി ഉള്ളിലുള്ള ആഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞെന്ന് അറിയാൻ, ഹിദായത്ത് എന്താന്ന് അറിയാൻ, ഖുർആൻ എന്താന്ന് അറിയാൻ. പക്ഷെ പലർക്കും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിന്നു പോവാ, ഇത് ശരിയല്ല, ഇനി പ്രൊസീഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇതിന് ആരാ ഉത്തരവാദി? നമ്മളാ ഉത്തരവാദി. ഒരു ചെറിയ നെഗറ്റീവ് പോലും നമ്മൾ കാരണം സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതിന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുള്ള ഇഫക്റ്റ് ഭയങ്കര റിപ്പിൾ ഇഫക്റ്റ്. നമ്മളൊരു പുഴയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞാൽ നമ്മൾ റിപ്പിൾസ് കാണൂല്ലേ, അതിനിങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ റൗണ്ട് അതേപോലെയാണ് നമ്മൾ ഇന്ന് വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജസ് എവിടേക്കാ എത്തുന്നത് നമുക്ക് അറിയൂല. അതുകൊണ്ട് ഹൈറായത് മാത്രം, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാത്തത് മാത്രം നിങ്ങൾ സ്പ്രെഡ് ചെയ്താൽ മതി. അള്ളാഹിന്റെ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുക്കണ്ട. അള്ളാഹു നിർത്തേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല നിർത്തിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്ത് മോശപ്പെട്ട രീതിയിൽ ഒരു പണ്ഡിതനെയോ ഒരു ഗ്രൂപ്പിനെയോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ. റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യ്. ഇനി അവരുടെ അടുത്ത് നേരിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പേഴ്സണലി പോയി കറക്റ്റ് ചെയ്യ്. ഓക്കെ, അള്ളാഹു എല്ലാവർക്കും എളുപ്പാക്കി തരട്ടെ. അമീൻ. അടുത്ത ആയത്ത് 177. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക. وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب. സമ്പത്തിനോട് ഏറെ പ്രിയമുണ്ടായിരിക്കെ അത് അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും ചോദിക്കുന്നവർക്കും അടിമ മോചനത്തിനു വേണ്ടി ചെലവഴിക്കുക. وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, കരാറിൽ ഏർപ്പെട്ടാൽ അവ പാലിക്കുക. والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. പ്രതിസന്ധികളിലും വിപദ്ഘട്ടങ്ങളിലും യുദ്ധരംഗത്തും ക്ഷമ പാലിക്കുക. ഇങ്ങനെ ചെയ്യുന്നവരാണ് അൽബിർ അല്ലെ, പുണ്യവാന്മാർ. അവരാണ് സത്യം പാലിച്ചവർ. അവർ തന്നെയാണ് മുത്തഖീൻ, യഥാർത്ഥ ഭക്തന്മാർ. വാക്കർത്ഥം നോക്കാം. ലൈസ അല്ല, അൽ ബിർറ പുണ്യം, ബ റോ റോ, അൻ തുവല്ലു നിങ്ങൾ തിരിക്കുന്നത്, വാവ് ലാം യ നമ്മൾ കുറേ പ്രാവശ്യം കണ്ട റൂട്ടാണ് അതല്ലേ. വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ, വാ ജീം ഹ. ഖിബല നേരെ, ഖാഫ് ബ ലാം. അൽ മശ്രിഖ് ഉദയസ്ഥാനം, ഓക്കെ, ഷീൻ റോ ഖാഫ്. വൽ മഗ്രിബ് അസ്തമയസ്ഥാനം, ഐൻ റോ ബ. വലാകിന്ന എന്നാൽ, അൽ ബിർറ പുണ്യവാൻ, ബ റോ റോ, മൻ ഒരുത്തൻ യാതൊരുവൻ. നമുക്ക് മീനിങ് മൊത്തം ഇന്ന് പറഞ്ഞിട്ട് പോവാം. തഫ്സീർ ഇന്ന് മുഴുവനാവില്ല, ബാക്കി നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. ആമന അവൻ വിശ്വസിച്ചു, ഹംസ മീം നൂൻ, ബില്ലാഹി അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും, വൽ മലായികതി മലക്കുകളിലും, വൽ കിതാബി വേദഗ്രന്ഥത്തിലും, വൻ നബിയീന നബിമാരിലും, വ ആത അവർ കൊടുക്കുകയും ചെയ്യുന്നു, ഹംസ തായ, അൽ മാല ധനത്തെ, മീം വാവ് ലാം,
അല ഹുബ്ബിഹി അതിനോട് സ്നേഹമുണ്ടായിട്ടുകൂടി ഹ ബ ബ ഹുബ്. ദവിൽ ഖുർബ അടുത്ത ബന്ധുക്കൾക്ക്, ഖുർബ ഖാഫ് റ ബ, വൽ യതാമ അനാഥകൾക്ക് യാ തമീം, വൽ മസാകീന അഗതികൾക്ക് സീൻ കാഫ് നൂൻ, വബ്ന സബീൽ വഴിപോക്കനും സീൻ ബ ലാം, വസ്സായിലീന ആവശ്യപ്പെടുന്നവർക്കും സീൻ ഹംസ ലാം, വഫിർ റിഖാബ് അടിമമോചനത്തിനും റ ഖാഫ് ബ. വ അഖാമ നിലനിർത്തുകയും ചെയ്യുന്നു, വ അഖാമ സ്വലാത്ത നമസ്കാരത്തെ, വ ആത കൊടുക്കുകയും ചെയ്യുന്നു, അസ്സകാത്ത സകാത്തിനെ, വൽ മൂഫൂന വൗഫായ പാലിക്കുന്നവരും, ബി അഹ്ദിഹിം അവരുടെ കരാർ, ഐൻ ഹാദൽ ഇദാ ആഹദു അവർ കരാർ ചെയ്താൽ, വസ്സാബിരീന ക്ഷമ പാലിക്കുന്നവരും, ഫിൽ ബഅസാഇ വിഷമത്തിൽ ബ ഹംസ സീൻ, വദ്ദറാഇ ദോദ്റോ കഷ്ടപ്പാടിലും, വഹീനൽ ബഅസി യുദ്ധാവസരത്തിലും ബ ഹംസ സീൻ, ഉലൈക അവർ, അല്ലദീന സ്വദഖു സത്യം പാലിച്ചവർ, സ്വദഖു സ്വാദ് ദാൽ ഖാഫ്, വ ഉലൈക അവർ, ഹും അവർ തന്നെയാണ്, അൽ മുത്തഖൂൻ സൂക്ഷ്മത പാലിച്ചവർ. മുത്തഖൂൻ വാവ് ഖാഫ് യാ. തഫ്സീർ നോക്കാം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിൻ. ബിർ സദ്വൃത്തത അല്ലെ, അല്ലെങ്കിൽ പുണ്യം എന്ന് പറയുന്നത് എന്തല്ല, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കൽ അല്ല. ഓക്കെ, അത് മാത്രമല്ല പുണ്യം എന്ന് പറയുന്നത്. ഓക്കെ, പുണ്യം എന്ന് പറയുന്നത് ആ ഒരു കാര്യം മാത്രമല്ല, അതിൽ മാത്രം ലിമിറ്റഡ് അല്ല നന്മ അല്ലെങ്കിൽ പുണ്യം എന്ന് പറയുന്ന കാര്യം. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നു എന്നുള്ളതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനേക്കാളും ഒരുപാട് 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 വിശാലമായ സ്കോപ്പുള്ള ഒരു കാര്യമാണ് അൽ ബിർ അല്ലെങ്കിൽ പുണ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ജുസുവിന്റെ സ്റ്റാർട്ടിങ്ങില് ഖിബിലയുടെ ചേഞ്ചിനെ കുറിച്ചുള്ള കൽപ്പന നമ്മൾ കണ്ടു അല്ലെ. സത്യവിശ്വാസികളോട് കഅബ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്, അവരുടെ നമസ്കാരങ്ങൾ തിരിയാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന വന്നതായിട്ട് നമ്മൾ കണ്ടു. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ഈ ഒരു കൽപ്പന വീണ്ടും 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 ആവർത്തിച്ചതായിട്ടും നമ്മൾ കണ്ടു അല്ലെ. ഒരുപാട് രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഫൈനമാ കുൻതും ഫവല്ലു വുജൂഹക്കും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖം ഖിബലയിലേക്ക് തിരിക്കുക, കഅബയിലേക്ക് തിരിക്കുക അല്ലെ. ഒരുപാട് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ ഒരു കൽപ്പന തന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരുപാട് ഊന്നൽ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കര അതിശക്തമായിട്ട് പറയുമ്പോൾ, വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അത് മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഊന്നി പറയുന്നത്. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നല്ല. ഓക്കെ, ആളുകൾ പൊതുവെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെ അതിന് ഭയങ്കര ശക്തമായിട്ട് ഊന്നൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു സാഹചര്യം, ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും പല ആളുകളെയും അവരിലെ ദീനിനെ നമുക്ക് പല രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു കൂട്ടം ആളുകൾ സുബ്ഹാനല്ലാഹ് അവര് ഒരുപാട് നോമ്പ് എടുക്കുന്ന ആളുകളായിരിക്കും, ഒരുപാട് സുന്നത്ത് നോമ്പുകളും, അവർക്ക് നോമ്പ് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. വേറെ ചില കൂട്ടർ ആളുകൾ ഖുർആൻ പാരായണം ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരിക്കും, അത് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലര് സുബ്ഹാനല്ലാഹ് സഹായിക്കുന്ന കാര്യത്തിൽ അല്ലെ, ചാരിറ്റി സ്വതക്ക കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടി കോർഡിനേഷൻസ് നടത്തുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഉത്സാഹം കാണിക്കുന്നവരായിരിക്കും. ഓരോ കൂട്ടം ആളുകളും വിചാരിക്കുന്നത് എന്റേതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെ. ഇപ്പൊ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ അടുത്ത് സുബ്ഹാനല്ലാഹ് അവരുടെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠനമാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതുപോലെ ഖുർആൻ ഹിഫ്ളാക്കുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഇനി ഇതുപോലെ വല്ല പ്രയാസമുള്ള ഏരിയകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ, അശരണർ അല്ലെ, അവർക്ക് താങ്ങില്ലാത്ത ആളുകളുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന, അവർക്ക് സന്തോഷം കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആൾക്കാരെ എടുത്ത് നോക്കുമ്പോഴും അവർ വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും ബെസ്റ്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സുബ്ഹാനല്ലാഹ്. അപ്പം
ദീനിന്റെ ഏതൊരു ഭാഗത്തിലെ ആണോ അവർ മുറുകെ പിടിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവർ ഫോക്കസ് ചെയ്യുന്ന ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ആളുകൾ ചിന്തിക്കും. നാച്ചുറൽ ആണത്. ഓക്കെ, എല്ലാ മനുഷ്യന്മാർക്കും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് കൂടുതൽ ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ നാച്ചുറൽ ആണ്. പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഇഖ്തിലാഫിന്റെ കാര്യം പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതും ഞാൻ ചെയ്യുന്നത് ശരിയും തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ്, നാച്ചുറലാണ്. പക്ഷെ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ, എക്സ്ട്രീം ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതേപോലെ ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സുബ്ഹാനല്ലാഹ് കൂടുതൽ ചെയ്യാൻ മനുഷ്യ സഹജമായ ഒരു ഇഷ്ടവും നമ്മൾ അത് കൂടുതൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് ലോസ്റ്റ് ആയി പോകുമ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് ഇത് തന്നെ ഇതാണ് മെയിൻ എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ബിറുകളെ, മറ്റുള്ള പുണ്യകർമ്മങ്ങളെ, നല്ല എന്താണ് പ്രതിഫലാർഹമായ മറ്റു കാര്യങ്ങളെ അതൊന്നും വലിയ കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിനാണ് ഈ ആയത്ത് കറക്റ്റ് ചെയ്യുന്നത്. ലൈസൽ ബിർ, ഇത് മാത്രമല്ല പുണ്യം, ഒരു പെർട്ടിക്കുലർ ആക്ഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ത് ബിർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ വാഹിരി ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് പ്രത്യക്ഷമായിട്ടുള്ള ആക്ഷൻസ് അല്ലെ. നമ്മൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ പുറമേ കാണുന്ന, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിൽ പുറമേ കാണുന്ന ഒരു എലിമെന്റ് ആണ് എന്ത് ഖിബ്ലയിലേക്ക് തിരിയാന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ബനു ഇസ്രായേലിന്റെ കാര്യത്തിൽ അവരെന്താ ചെയ്തത്? അവർ ഈ ഒരു കാര്യത്തിൽ ഭിന്നിച്ചവരായിരുന്നു അല്ലെ. ബൈത്തുൽ മുഖദ്ദസ് ആണ് അവര് അവരുടെ ഖിബ്ലയാക്കിയിട്ട് അവരുടെ പ്രെയർ ഡയറക്ഷൻ ആയിട്ട് ചെയ്തിരുന്നതെങ്കിൽ പോലും അവരിൽ ചിലർ, അതായത് ജൂതന്മാര് ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു സൈഡും ക്രിസ്ത്യാനികൾ ബൈത്തുൽ മുഖദ്ദസിന്റെ വേറൊരു സൈഡും തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ അവര് പറഞ്ഞു ഈ സൈഡിലേക്ക് തിരിഞ്ഞ, അതായത് കിഴക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്ന നമ്മളാണ് ഏറ്റവും വലിയ പുണ്യാളന്മാര്. എന്നാൽ മറ്റേ ആൾക്കാർ പറഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്ന നമ്മളാണ് ഏറ്റവും വലിയ പുണ്യാളന്മാര്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല കറക്റ്റ് ചെയ്യാണ് ഈ തിങ്കിങ്ങിനെ, ഈ ഒരു ചിന്തയെ. അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രത്യേക കാര്യത്തിനെ ഹോൾഡ് ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് അതിനെക്കുറിച്ച് ഭയങ്കര അഭിമാനം നിങ്ങൾ കാണിക്കല്ലേ. അതിന്റെ പേരിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെ കുറച്ച് കാണല്ലേ. കാരണം നന്മയുടെ ബിറിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരുപാട് വിശാലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്തിന് തന്നെ ആയത്തുൽ ബിർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഏറ്റവും പുണ്യങ്ങൾ എന്തൊക്കെയാണ്, നന്മകൾ എന്തൊക്കെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശദമാക്കുന്ന ഒരു ആയത്താണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പല വെറൈറ്റി ബിറുകൾ ഈ ഒരു ആയത്തിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കുറച്ച് വലിയൊരു ആയത്താ അല്ലെ. പല തരത്തിലുള്ള നന്മകൾ. അപ്പൊ നമ്മൾ ഇതിന് മുകളിൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് മുകളിൽ സ്റ്റക്കായി പോവില്ല, ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം, നന്മ, സദ്വൃത്തത, സദാചാരം എന്ന ഏത് രീതിയിൽ നമുക്ക് മലയാളത്തിലേക്ക് പറയാം. ഒരാള് നന്മ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ബിർ എന്ന് പറയുന്ന വാക്കിന്റെ സെയിം റൂട്ടിൽ നിന്ന് വരുന്നതാണ് ബർ. മുമ്പൊരിക്കൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഹറിന്റെ ഓപ്പോസിറ്റ് ആണ്. ബഹർ എന്താണ്? കടലാണ് അല്ലെ. കടലിൽ എന്താ ഉള്ളത്? വെള്ളം. എന്നാൽ ബർ എന്ന് പറഞ്ഞാല് കരയാണ്, ലാൻഡ് ആണ്. ബഹറിന്റെ ഓപ്പോസിറ്റ് ആണ് ബർ. ഇനി ലാൻഡിനെ കുറിച്ച്, കരയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് എന്താ? വെറും കുറച്ച് മണ്ണും ചെളിയും മാത്രമാണോ? അല്ല അല്ലെ. കരയിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. മരങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു തരത്തിലുള്ള മരമാണോ? പല വെറൈറ്റി മരങ്ങൾ അല്ലെ. പല ഹൈറ്റുള്ള, പല കളറുള്ള, പല ഫ്രൂട്ട്സ് തരുന്ന, പല രീതിയിൽ വളരുന്ന, പല ഷേപ്പിലുള്ള മരങ്ങൾ, പല ഷേപ്പിലുള്ള ഇലകൾ. സുബ്ഹാനല്ലാഹ്. പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ട് അല്ലെ. സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്, പർവ്വതങ്ങളുണ്ട്, മഞ്ഞുമലകളുണ്ട്, പുഴകളുണ്ട്, അരുവികളുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പല രീതിയിൽ, ഇനി പലതരത്തിലുള്ള ജീവികളുണ്ട്, പലതരത്തിലുള്ള പക്ഷികളുണ്ട്, കീടങ്ങളുണ്ട്, പലതരത്തിലുള്ള പാറകൾ തന്നെ ഉണ്ട് അല്ലെ. പാറകളെ കുറിച്ച്, റോക്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് തന്നെ കുറെ ഉണ്ട്. മണ്ണാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള മണ്ണുകളുണ്ട്. അപ്പൊ ബർ എന്ന് പറയുന്നത് വെറൈറ്റി ആണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ബർ എന്ന് പറയുന്നത് വിശാലമാണ്, ലാൻഡ് അല്ലെ. ലാൻഡ് എന്ന് പറയുന്നത് ഭൂമി, കര എന്ന് പറയുന്നത് വിശാലമാണ്. അപ്പൊ ബിർ എന്ന് പറയുന്ന വാക്കിനും ഈ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് വിശാലത, രണ്ട് വെറൈറ്റി. ഇഷ്ടം പോലെ ഉണ്ട് ബിർ, നന്മ, പുണ്യം. അത് കുറേ വെറൈറ്റി ഉണ്ട്, എന്നാൽ അതിവിശാലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അൽ ഖൈറുൽ കസീർ
എന്നാണ് ബിറിനെ മനസ്സിലാക്കേണ്ടത്. ഖൈറുൽ കസീർ, ധാരാളമായിട്ടുള്ള ഖൈർ, നന്മ. കസീർ അല്ലെ, കസീർ നമുക്കറിയാം ഒരുപാടുള്ള നന്മ. അപ്പൊ ബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റി നന്മകൾ ചെയ്യലാണ്. എന്തെങ്കിലും ഒന്നോ രണ്ടോ അവിടെ ഇവിടെയും ചെയ്തിട്ട് അത് തന്നെ സ്ഥിരമായിട്ട് ചെയ്യലല്ല, കുറെ ഉണ്ട്. ഒരു ടൈപ്പ് അല്ല, പല ടൈപ്പുകളുണ്ട് അല്ലെ. നമ്മൾ ഹജ്ജിനും ഉംറയും ഒക്കെ പോകുന്ന ആളുകളുടെ അടുത്ത് മബ്രൂർ ആയത് അല്ലെ, മബ്രൂറായ ഹജ്ജ് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പറയാറുണ്ട്. മബ്രൂർ എന്ന് പറഞ്ഞാൽ എന്താ, പല തരത്തിലുള്ള ബിറുകൾ അല്ലെ, വെറൈറ്റി നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ശരിയായ പുണ്യം എന്ന് പറയുന്നത് ജസ്റ്റ് അൻതുവല്ലു അല്ലെ, നിങ്ങൾ തിരിയലല്ല. വുജൂഹക്കും, വുജൂഹ് എന്ന് പറയുന്നത് വജ്ഹിന്റെ പ്ലൂരലാണ്, വജ്ഹ് ഫേസ്, വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങൾ. ഓക്കെ, വജ്ഹ് മുഖം, വുജൂഹ് മുഖങ്ങൾ, ക്കും നിങ്ങളുടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മുഖങ്ങൾ. ഖിബല, ഖിബൽ എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് കണ്ടാണ് അല്ലെ, എന്തെങ്കിലും ഒന്ന് ഡയറക്ഷനിൽ, അതിന് നേരെ. അൽ മശ്രിഖി വൽ മഅരിബി, കിഴക്കിന്റെയോ പടിഞ്ഞാറിന്റെയോ. അപ്പം ഇത് മാത്രമല്ല ബിർ എന്ന് പറയുന്നത്, പുണ്യം എന്ന് പറയുന്നത്. ഖിബലയിലേക്ക് തിരിഞ്ഞ് അതുകൊണ്ട് എല്ലാം ആയിപ്പോയി എന്ന് വിചാരിക്കുന്നതല്ല അല്ലെ, അതല്ല ബിർ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കൽ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, അത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് മാത്രമല്ല ഇമ്പോർട്ടന്റ്. സുബ്ഹാനല്ലാഹ്. ആളുകൾ പലപ്പോഴും അവര് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവര് ചെയ്തു വരുന്ന കാര്യങ്ങൾ അത് മാത്രമാണ് ഇമ്പോർട്ടന്റ്, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയുള്ള ചിന്തകൾ പലർക്കും വരാറുണ്ട് അല്ലെ. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഖിബലയുടെ ഉദാഹരണം പറയാനുള്ള കാരണം, അത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യം അല്ലെ, നമ്മൾ പുറമേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ നമസ്കാരത്തിന്റെ കാര്യം എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ചിലര് വേറെ പല രീതിയിൽ നമസ്കരിക്കുന്നത് അല്ലെ. നമുക്ക് ഇപ്പം തക്ബീറൊക്കെ ചൊല്ലി നമ്മൾ കൈ കെട്ടുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചൊരു രീതിയുണ്ട്, ഇങ്ങനെ കെട്ടണം അല്ലെ. എന്നാൽ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ ചിലർ കാണാൻ വയറിന്റെ മുകളിൽ കെട്ടുന്നത്, ചിലർ കാണാൻ കെട്ടാതെ നമസ്കരിക്കുന്നത്, ചിലർ കാണാൻ നെഞ്ചിന്റെ മേലേക്ക് കഴുത്തിന്റെ മുകളിൽ കയറ്റി കെട്ടുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കണ്ടോ ഒരു ചെയ്തത് കണ്ടോ, ഒരു കൈ വെച്ചത് കണ്ടോ, ഒരെങ്ങനെയാ കൈ പൊക്കുന്നത്, തക്ബീറിന് കൈ പൊക്കുമ്പോൾ ശരിക്കും പോകുന്നുണ്ടോ അല്ലെങ്കിൽ താഴെയാണോ, ഒരു സുജൂദ് എങ്ങനെയാണോ, ഒരു ഇരുന്നിട്ടാണോ കിടന്നിട്ടാണോ അല്ലെ. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ നമസ്കാരത്തില് ശ്രദ്ധ തെറ്റാണ്. പകരം നമ്മുടെ ഖുശൂ നഷ്ടപ്പെട്ടിട്ട് അവരുടെ മെക്കാനിക്കൽ ആസ്പെക്ട്സ്, പുറത്ത് കാണുന്ന ബാഹിരി ആയിട്ടുള്ള അല്ലെ, അതായത് ഇപ്പം ഖിബലയുടെ കാര്യം പറഞ്ഞ പോലെ ഖിബലയിലേക്ക് തിരിഞ്ഞത് കൊണ്ട് എല്ലാം ആവുന്നില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതുകൊണ്ട് എല്ലാം ആവുന്നില്ല. അതേപോലെ നമ്മൾ അവരുടെ ബാഹിരി ആയിട്ടുള്ള അവരുടെ പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് അത് തെറ്റാണോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഖുശൂ ഇവിടെ നഷ്ടപ്പെടുകയാണ് അല്ലെ. നമസ്കാരം എന്ന് പറയുന്നത് വെറും പുറമേ ചെയ്യുന്ന മെക്കാനിക്കൽ കാര്യങ്ങളല്ല, അതിന് ഹൃദയമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ടെക്നിക്കൽ ആസ്പെക്ട്സിൽ, ടെക്നിക്കൽ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ചെയ്യുന്നത് തെറ്റ്, ഇവർ ചെയ്യുന്നത് ശരിയാണെന്നോ ചിന്തിക്കുമ്പോൾ ടെക്നിക്കൽ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് മാത്രമല്ല ബിർ, അത് മാത്രമല്ല ദീൻ, അത് മാത്രമല്ല നന്മ അല്ലെ. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഅരിബ്. നമസ്കാരത്തിൽ മാത്രമല്ല പുണ്യമുള്ളത്. നമസ്കാരം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതുപോലെ വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൂടിയതാണ് ബിർ. ബിർ എന്ന് പറഞ്ഞ വാക്ക് മനസ്സിൽ വരുമ്പോ തന്നെ ഒരുപാട് നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. ബർറ് മനസ്സിൽ വരണം, ലാൻഡ് മനസ്സിൽ വരണം. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാകിന്നൽ ബിർറ, പക്ഷേ ബിർ എന്ന് പറയുന്നത് എന്താണ്, മൻ ആമന ബില്ലാഹി, ആര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുവോ. ഓക്കെ, ബിർ എന്ന് പറയുന്നത് ആര് അള്ളാഹുവിൽ വിശ്വസിച്ചുവോ അവനാണ് ബിർ. അത് ആ ഒരു സെന്റൻസിന്റെ ഫ്രെയിമിങ്ങിന് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? വലാകിന്നൽ ബിർ അല്ലെ. ബിർ എന്നാൽ എന്താണ്? ബിർ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് അല്ലെ, ഒരു നന്മ, ഒരു പുണ്യം, ഒരു പ്രവൃത്തിയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മൻ ആമന ബില്ലാഹി, അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് എന്ന്. എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു നന്മയാകുന്നത് അല്ലെ? എങ്ങനെയാണ് ഈ ഒരു സെന്റൻസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ശരിയായ ബിർ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നവന്റെ ബിറാണ്. മനസ്സിലായോ? ശരിയായ പുണ്യം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നവന്റെ പുണ്യമാണ്. ഓക്കെ, അറബിയില് ഒരു യൂസേജ് ഉണ്ട്, അതായത് ഏതെങ്കിലും ഒരാളെ, ആ ആളെ വിളിക്കപ്പെടുന്നത് അയാൾ ചെയ്യുന്ന ആക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അയാൾ കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും. ഒരു ഉദാഹരണമാണ് റജുലുൻ അദലുൻ. അദൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജസ്റ്റിസ്, ന്യായം, നീതി. ഓക്കെ, റജുലുൻ അദലുൻ, ഒരു ന്യായ മനുഷ്യൻ,
ഒരു ന്യായമുള്ള മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, നമുക്ക് അത് കേൾക്കുമ്പോൾ എന്തോ പോലെ ന്യായ മനുഷ്യനും. കാരണം അയാൾ ചെയ്യുന്ന പ്രവൃത്തിന്റെ മേലെ അയാൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുകയാണ്. അയാൾ നീതിയുള്ള ആളാണ്, അയാൾ ജസ്റ്റിസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അയാളെ റജുലുൻ അദലുൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പേരില് അയാളെ വിളിക്കപ്പെടുകയാണ്. അപ്പം വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി എന്ന് പറയുന്നത്, യഥാർത്ഥ ബിർറ് എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തി, അതായത് ഏതൊരുവൻ വിശ്വസിച്ചുവോ അവന്റെ ബിർറാണ് യഥാർത്ഥത്തിലുള്ള ബിർറ്. സുബ്ഹാനല്ലാഹ്. അപ്പം ബിറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ശരിയായ വിശ്വാസം ഉണ്ടാവാന്നുള്ളത്, അല്ലെ? അതിന്റെ ബേസ് എന്ന് പറയുന്നത്, നമ്മൾ മുത്തഖീങ്ങളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പം സൂറത്തുൽ ബഖറയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, യുഅ്മിനൂന വിശ്വാസമാണ് ഫസ്റ്റ്, അല്ലെ? അപ്പൊ ബിറിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്, കറക്റ്റ് ആയിട്ടുള്ള യഖീൻ ഉണ്ടാവുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള വിശ്വാസം, അല്ലെ? അള്ളാഹുലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതെന്താ? അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വസിക്കല് തുടങ്ങാം, അല്ലെ? പക്ഷെ അത് മാത്രം മതിയോ? ഒരാൾ പറയാ, ദൈവം ഉണ്ട്, എനിക്കറിയാം, ഓക്കെ, പക്ഷെ ആ ദൈവത്തിന്റെ പേരെന്താന്നൊന്നും എനിക്കറിയില്ല, ആ ദൈവത്തിന്റെ ക്വാളിറ്റീസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ആരാധിക്കാനും പറ്റൂല, പക്ഷെ എനിക്ക് ദൈവം ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ടായോ? ഇല്ല, അല്ലെ? വിശ്വാസം എന്ന് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടെന്ന് വിശ്വസിക്കലും, അള്ളാഹുവിന്റെ സിഫാത്തുകള്, അള്ളാഹുവിന്റെ ഏകത്വം, അല്ലെ, അതിൽ വിശ്വസിക്കലും. സുബ്ഹാനല്ലാഹ്. ഇനി ഒരാൾ പറയണം, ഓക്കെ, ദൈവമൊക്കെ ഉണ്ട്, പേരും അറിയാം, അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന് കുറെ സിഫത്തുകളുണ്ട്, അവൻ ഭയങ്കര കാരുണ്യമുള്ളവനാണ്, അവൻ പൊറുക്കുന്നവനാണ്, അവൻ ഭയങ്കര നീതി കാണിക്കുന്നവനാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് അയാളുടെ വിശ്വാസം കംപ്ലീറ്റ് ആവൂല, അല്ലെ? അയാള് ഈ ഒരു വിശ്വാസം കാരണം അയാൾ ചെയ്യേണ്ട എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ? ഇങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കാരണം അയാൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈമാന്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് അത്തസ്ദീഖ് മഅൽ ഖുബൂൽ വൽ ഇദ്ആൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതും തെളിയിക്കണം. അവന്റെ വിശ്വാസമുള്ളത്, വിശ്വാസത്തിന് അവൻ സ്വീകരിച്ചത് അവന്റെ പ്രവൃത്തികളിൽ കാണണം. അവൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉലൂഹിയത്തിൽ, അല്ലെ, ഇബാദ അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ അവന്റെ ജീവിതത്തിൽ വരണം. അള്ളാഹു ആണ് ഏക ഇലാഹ്. അതുകൊണ്ട് അവന് മാത്രം നമ്മൾ വഴിപ്പെടണം, അവന് മാത്രം കീഴൊതുങ്ങണം, അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യണം. മൻ ആമന ബില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നിലനിൽപ്പ്, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ, അല്ലെ, അള്ളാഹു ആണ് റബ്ബ് എന്നുള്ളതിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ വിശ്വസിക്കുന്നു, നാമങ്ങളിൽ വിശ്വസിക്കുന്നു, പിന്നെ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലും വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്. തൗഹീദ്, അള്ളാഹു മാത്രമാണ് ഇതൊക്കെ, അല്ലെ? റബ്ബ് അള്ളാഹു മാത്രമാണ്, ഈ പേരുകളും സിഫത്തുകളും ഒക്കെ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്, ഇബാദത്ത് അവന് മാത്രമുള്ളതാണ്. അതായത് നമ്മൾ തൗഹീദ്, ബേസിക്കലി നമ്മൾ അഖീദ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ഇതിന്റെയൊക്കെ ബേസിസ്. അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാവുമ്പോൾ മാത്രമേ അവന് എന്താണ്? ട്രൂ ആയിട്ടുള്ള ബിർറ്, പുണ്യം ഉള്ളവനാകുന്നുള്ളൂ. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കണം. എനിക്കൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചിന്തിച്ച കാര്യം തന്നെയാണ് ഇവിടെയും, തഫ്സീറിലും അഖീദ ക്ലാസ്സിലും. പലരും പറയും, എനിക്ക് അള്ളാഹിനെയാണ് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്, ഞാൻ ഭയങ്കര ഈമാനാണ്. എന്നാൽ ചിലരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിസ്കരിക്കൂല, നിസ്കാരം തുടങ്ങാനായിട്ടില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് ചെയ്യാൻ പലതും ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും മുഴുവനൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞിട്ട് കുറച്ചൊക്കെ, അല്ലെ, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുക്കുള്ളൂ, ബാക്കി എന്നെ കൊണ്ട് പറ്റൂല. അത് ട്രൂ ആയിട്ടുള്ള വിശ്വാസമാണോ? ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെ? അത് പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലാത്ത വിശ്വാസമാണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുൽ പരിപൂർണമായിട്ട് തവക്കുൽ ചെയ്യലാണ്. അള്ളാഹുവിന് കംപ്ലീറ്റ്, അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റബ്ബിന് കീഴൊതുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കും. അള്ളാഹുവിന് വേണ്ടി ഏത് ത്യാഗങ്ങളും, അതായത് നമുക്ക് നഫ്സിന് പറ്റാത്ത, നമ്മുടെ ശരീരം കൊണ്ട് പറ്റാത്തത് സുബ്ഹാനല്ലാഹ് അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യും. സുന്നത്തായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് കേട്ടോ. അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തി കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യും. അള്ളാഹിന്റെ തൃപ്തിയായിരിക്കും അവന് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ മൻ ആമന ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയുള്ള വിശ്വാസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അള്ളാഹിലുള്ള വിശ്വാസം, ശരിക്കുള്ള രീതിയിലുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും, അല്ലെ?
നമ്മൾ യുഹിബ്ബൂനഹും കഹുബ്ബില്ല പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വല്ലദീന ആമനു എന്നാ പറഞ്ഞ വിശ്വസിച്ചവർക്കാണ് എന്ത് സോറി യുഹിബ്ബൂനഹും കഹുബ്ബില്ല അല്ല, അഷദ്ദു ഹുബ്ബൻ ലില്ലാ, അവർക്ക് ഏറ്റവും കഠിനമായ ഇഷ്ടം അള്ളാഹു സുബ്ഹാനഹു തആലയോടാണ് അല്ലെ. അത് ആർക്കാണ്? വിശ്വസിച്ചവർക്കാണ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിയിരുന്നു. നമ്മളെ ആ വീക്കിലെ എക്സാമിന്റെ തദബൂർ ക്വസ്റ്റ്യൻ അല്ലെ, നമ്മളൊക്കെ അഷദ്ദു ഹുബ്ബ് ഉള്ള ആൾക്കാരാണോ ഇപ്പോഴും അല്ലെ? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള ഇഷ്ടത്തിനേക്കാൾ മേലെ നിൽക്കുന്നത് പലതും ഉണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ആളുകളാവാം, പല സാധനങ്ങളോടുള്ള ഇഷ്ടമാവും, ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ നഫ്സിന്റെ ഇഷ്ടങ്ങളാവും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ നഫ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്? അഷദ്ദു ഹുബ്ബൻ ലില്ലാ ആവാത്തതുകൊണ്ട് വല്ലദീന ആമനൂല് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല അല്ലെ. ശരിക്കും വിശ്വസിക്കുന്നവർ, നമുക്കൊക്കെ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തോന്നും, ഓ നമ്മളൊക്കെ അള്ളാഹുൽ വിശ്വസിക്കുന്നവരല്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോഴും നമ്മുടെ വിശ്വാസം എങ്ങും എത്തിയിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് പല കർമ്മങ്ങളിലേക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത്, നമ്മൾ ചെയ്തിട്ട് അങ്ങോട്ട് എത്താൻ പറ്റാത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുല് വിശ്വസിക്കുന്ന ആള്, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അവന് പുറത്തു കൊടുക്കാൻ ഭയങ്കര എളുപ്പാ അല്ലെ. എങ്ങനെയാ അവൻ പുറത്തു കൊടുക്കുക? അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും അല്ലെ. അള്ളാഹു പുറത്തു തരുന്നവനാണ്. അപ്പൊ ഞാനും പുറത്തു കൊടുക്കാണ്. ഞാൻ പുറത്തു കൊടുത്താൽ അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും. ഈസിയാണ് പൊറുക്കാൻ. ക്ഷമ കാണിക്കാൻ, പ്രയാസങ്ങൾ ക്ഷമ കാണിക്കാൻ എളുപ്പമാണ്. കാരണം അള്ളാഹ്, ഞാൻ ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എന്റെ പ്രശ്നം സോൾവ് ചെയ്തോളും. ആ ക്ഷമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലം തന്നോളും. സുബ്ഹാനല്ലാഹ്, എളുപ്പമായി. അതുപോലെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും അല്ലെ, നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഒരു വിഷമാണ് മക്കളുടെ ഹിദായത്ത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അൽ ഹാദിയാണ്, അള്ളാഹു അർ റബ്ബാണ്. അള്ളാഹു അവരെ തർബിയത്ത് നടത്തിക്കോളും. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്താൽ മതി അല്ലെ, എന്റെ കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുത്ത്, മാതൃക കാണിച്ചു കൊടുത്ത് ദുആ ചെയ്താൽ മതി. അപ്പം ശരിയായ രീതിയിൽ ഈമാൻ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ നമുക്ക് എളുപ്പമാവും. ഒരുപാട് നന്മകൾ നമ്മുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നന്മകൾ അതിന്റെ റിസൾട്ടായിട്ട് വരും. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, പല നന്മകളിലേക്കും ഇപ്പോഴും ഞാനും നിങ്ങളും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ റൂട്ട് കോസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈമാൻ ഇനിയും അങ്ങോട്ട് വളരാനുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഫിക്സ് ചെയ്യാനുണ്ട് നമ്മളുടെ ഈമാൻ. ഓക്കെ, ഇതൊരു ബേസ് ആണ് ഈമാൻ എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള വിശ്വാസം. ഇനി അങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള മാത്രമല്ല വിശ്വാസം, അടുത്ത കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതാണ് ഏറ്റവും ആരംഭം. അതിലിപ്പോഴും അല്ലെ, നമ്മൾ തൗഹീദിന്റെ ക്ലാസ്സുകൾ, ഷിർക്കിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി സുബ്ഹാനല്ലാഹ്, നമ്മൾ ശരിയാന്ന് വിചാരിച്ച, നമ്മൾ കറക്റ്റ് ആയിട്ട് തൗഹീദ് ഉണ്ടെന്ന് വിചാരിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ തൗഹീദ് എവിടെ എത്തിയിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ബിറുകൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും വന്ന് വിഷമം പറയാറുണ്ട്, എത്രയായി കേൾക്കുന്നു, ദ്വാ ചെയ്യുന്നു, എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ അത് ചെയ്തിട്ട് നന്നാവുന്നില്ല, എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇതിന്റെയൊക്കെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ബേസ് നമ്മളുടെ ഈമാനാണ്. നമ്മുടെ ഈമാൻ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക, ഇൽമ നേടിക്കൊണ്ടിരിക്കുക, ഇൽമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. പ്രാവർത്തികമാക്കാത്ത ഇൽമ വെറുതെയാണ്, ഒരു കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുലുള്ള വിശ്വാസം അത് മാത്രം മതിയോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസത്തിന്റെ മറ്റു ഭാഗങ്ങളും കൂടെ പറയുന്നുണ്ട് അല്ലെ. വൽയൗമിൽ ആഖിരി, അവസാന ദിനത്തിലുള്ള വിശ്വാസം. അന്ത്യദിനത്തിലും നമുക്ക് വിശ്വാസം വേണം അല്ലെ. അൽ ആഖിർ, എന്തുകൊണ്ട് അതിന് അൽ ആഖിർ എന്ന് പറയുന്നത്? അവസാനത്തേത് ആയതുകൊണ്ട് അല്ലെ. നമ്മളൊരു കേക്ക് കട്ട് ചെയ്തിട്ട് അതിന്റെ ലാസ്റ്റ് പീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞാൽ പിന്നെ ആ കേക്ക് ഇല്ല. അതുപോലെയാണ് അവസാന ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ പിന്നെ ദിവസമില്ല, യൗമ പിന്നെ ഇല്ല, പിന്നെ എന്താണ്? ശാശ്വതം അല്ലെ, എറ്റേണിറ്റിയാണ്, അനിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ അവസാനമില്ലാത്ത ഒരു കാലമാണ്. പിന്നെ തുടങ്ങുന്നതൊന്നും അവസാനിക്കൂല. ഈ ദുനിയാവില് ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസം അവസാനിക്കും അല്ലെ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തുടങ്ങും, അതും അവസാനിക്കും. സുബ്ഹാനല്ലാഹ്, യൗമുൽ ആഖിറില് പിന്നെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എറ്റേണിറ്റിയാണ്, എന്നെന്നും ഒരേപോലെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവൻ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അവന്റെ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് പിന്നെ എന്താണ്? അന്ത്യദിനത്തിലും എത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവന്റെ മരണത്തിന് ശേഷം അല്ലെ, യൗമുൽ ഖിയാമയ്ക്ക് ശേഷം അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ വിശ്വസിക്കണം. യൗമുൽ ആഖിർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് മലക്കുൽ മൗത്ത് വന്ന് റൂഹ് എടുക്കുന്നത് മുതൽ പിന്നെ അങ്ങോട്ടുള്ള ബർസഖ് അല്ലെ, ഖബറിൽ ചെലവഴിക്കേണ്ട സമയം, ഇല്ലിയൂൻ, സിജ്ജീൻ, സുബ്ഹാനല്ലാഹ്, യൗമുൽ ഖിയാമ, കാഹളത്തിൽ ഊതൽ,
ആളുകളെ ഒന്നിച്ച് ചേർക്കല്, ഹിസാബ് നടത്തല്, ഇതിലൊക്കെ വിശ്വസിക്കണം യൗമുൽ ആഖിർ എന്ന് പറയുമ്പോൾ. ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ പരലോകവുമായിട്ട് ബന്ധപ്പെട്ട് അത് സ്വർഗവും നരകവും ഉൾപ്പെടെ ശിക്ഷയും രക്ഷയും ഒക്കെ ഉൾപ്പെടെ സുബ്ഹാനല്ലാഹ് എല്ലാത്തിലും വിശ്വസിക്കലാണ് യൗമുൽ ആഖിർ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മള് മുനാഫിഖുകളുടെ ആയത്തില് തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, അവർ പറയും അവർക്ക് വിശ്വാസം ഉണ്ടെന്ന്, പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ അതിന്റെ ആളുകളാണോ? ശരിക്കും പരലോകമാണ് യഥാർത്ഥമായിട്ടുള്ള വാസസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണോ, അതോ നമ്മൾ പറയുന്ന ആളുകളാണോ? നമ്മൾ ആലോചിച്ചു. കാരണം അത് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ജീവിതം ഇന്നിപ്പുള്ള പോലെ അല്ല ഉണ്ടാവുക. നമ്മൾ ബേജാറാവുന്നത് ചിലപ്പോൾ നാളെ തന്നെ തീർന്നു പോയേക്കാവുന്ന ഒരു ആയുസിനെ കുറിച്ച്, ആ ആയുസിൽ നടത്തേണ്ട കാര്യങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും യൗമുൽ ആഖിറയാണ് അല്ലെങ്കിൽ അവിടെയാണ്, അതാണ് ശാശ്വതം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ശാശ്വതം എന്ന് വിശ്വാസത്തിലേക്ക് എത്താത്ത ആൾക്കാർ നാവ് കൊണ്ട് പറയുന്നുണ്ടാവും, ഹൃദയത്തിൽ അത് കയറിയിട്ടുണ്ടാവില്ല. ഹൃദയത്തിൽ അത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒന്നും പ്രവർത്തനം ഇങ്ങനെയല്ല ഉണ്ടാവുക, നമ്മുടെ ഒന്നും ജീവിതം ഇങ്ങനെയല്ല ഉണ്ടാവുക. എന്റെയും നിങ്ങളുടെയും, ഞാൻ നിങ്ങളെല്ലാം പറയുന്നത്, എന്റെയും നിങ്ങളുടെയും. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവ് ടെമ്പററി ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പം യൗമുൽ ആഖിറയിൽ വിശ്വാസമുള്ള ആള് ശരിക്കും അവന്റെ ജീവിതം ആഖിറത്തില് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, ദുനിയാവിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കില്ല. വൽ മലായിക, മലക്കുകളുടെ കാര്യത്തിലും വിശ്വാസം വേണം അല്ലെ. കാരണം യൗമുൽ ആഖിറയിലുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും കംപ്ലീറ്റ് ആവൂല. മലക്കുകളിൽ വിശ്വസിക്കണം. കാരണം ആ കാഹളത്തിൽ ഊതുന്നത് ആരാണ്? മലായിക്ക. നമ്മുടെ റൂഹ എടുക്കുന്നത് ആരാണ്? മലായിക്ക. നമ്മള് ഖബറിൽ ചോദ്യം ചെയ്യുന്നതാരാണ്? മലക്കുകൾ അല്ലെ. നമ്മളുടെ റെക്കോർഡുകൾ, വലത്തും ഇടന്നുമുള്ള റെക്കോർഡുകൾ കൊണ്ടുവരുന്നത് ആരാണ്? എഴുതുന്നത് ആരാണ്? മലായിക്കത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പം യൗമുൽ ആഖിറയിലുള്ള വിശ്വാസം കംപ്ലീറ്റ് ആവണമെങ്കിൽ മലായിക്കത്തിലും വിശ്വാസം വേണം. അപ്പം വൽ യൗമുൽ ആഖിറി വൽ മലായികതി വൽ കിതാബി, ഗ്രന്ഥത്തിലും. ഏത് ഗ്രന്ഥത്തില്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അള്ളാഹു ഒരു ഗ്രന്ഥം മാത്രമല്ല അല്ലെ ഇറക്കിയത്, പല ഗ്രന്ഥങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അപ്പം ശരിയായ ബിർറെന്ന് പറയുന്നത് ആ ഗ്രന്ഥങ്ങളിലെല്ലാം വിശ്വസിക്കലാണ്. ഈ ഖുർആനിലും മറ്റു ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നതിന്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു ക്ലാസ്സിൽ. ഓക്കെ. അപ്പം ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ, അതായത് ഖുർആനും മറ്റു ഗ്രന്ഥങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രന്ഥത്തിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. അതിനകത്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യങ്ങളാണ് ഇറക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്താണ്, ആളുകൾക്ക് പ്രയോജനപ്രദമായ ഹിദായത്താണ് ഇറക്കിയത്. ആളുകളെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇറക്കിയതെന്ന് വിശ്വസിക്കലാണ് ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. പക്ഷെ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ട്, അള്ളാഹ് ഇറക്കിയതാണ്, നല്ലതാണ്, അതിനകത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കഴിയുന്നില്ല അല്ലെ. ഖുർആൻ എന്ന് പറയുന്നത് ഹിദായത്താണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ എന്ന് പറയുന്നത് ഹിദായത്താണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കലും പ്രാവർത്തികമാക്കലും ഖുർആനിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖുർആൻ ഓക്കെ ഹിദായത്തിന്റെ ബുക്കൊക്കെ ഗ്രന്ഥമൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്കത് വായിക്കാൻ അറിയൂല, എനിക്കത് പഠിക്കാൻ സമയമില്ല, എനിക്കത് ഓതാൻ അറിയൂല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല അല്ലെ. എനിക്കത് ഭയങ്കര പ്രയാസം ഖുർആന് ഓതാൻ. തജ്വീദൊന്നും എനിക്ക് പഠിച്ചിട്ട് മനസ്സിലാവുന്നേ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ആ ഭാഗത്തേക്കേ പോണില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രയാസമായിരിക്കാം പല കാര്യങ്ങളും, നമുക്ക് എല്ലാം എളുപ്പമാവില്ല, എല്ലാവർക്കും എല്ലാം എളുപ്പമാവില്ല, പ്രയാസമായിരിക്കാം. പക്ഷെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ ഖുർആനിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പം അതിന്റെ എല്ലാ ഹക്കുകളും അതിന് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ ഹക്കുകൾ നമ്മൾ വിശദമായിട്ട് 121 ആയത്തിലെ ഹഖ തിലാവത്തിഹി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്, അവരതിനെ പാരായണം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അതിലുള്ള കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹഖ തിലാവത്ത് സുബ്ഹാനല്ലാഹ് കംപ്ലീറ്റ് ആവുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കിതാബിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമൊന്നുമല്ല അല്ലെ. വൽ കിതാബി വൻ നബിയീന, പ്രവാചകന്മാരിലും. നബിയിന്റെ പ്ലൂറലാണ്. സുബ്ഹാനല്ലാഹ്. നബി എന്ന് പറഞ്ഞാല് ഒരു പ്രവാചകൻ അല്ലെ. അപ്പം പ്ലൂറലാണ് ഇവിടെ പറഞ്ഞത്. അന്നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കലാണ്. ഒരു നബീനെ മാത്രം സുബ്ഹാനല്ലാഹ് റിജക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിനും ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസം കംപ്ലീറ്റ് ആവില്ല അല്ലെ. നമ്മൾ ബനു ഇസ്രായേലിന്റെ കോണ്ടെക്സിൽ കുറേ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം സ്വീകരിച്ചവരാണ്, പക്ഷെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ പറ്റില്ല, അവരുടെ വിശ്വാസം കംപ്ലീറ്റ് ആവില്ല അല്ലെ. അപ്പം എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കല് അത്യാവശ്യമാണ്. അപ്പം ബിർറെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈമാനാണ് ഏറ്റവും ആദ്യം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഈമാൻ ഉണ്ടാവണം. തോന്നിയ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കാന്നുള്ള മോഡിൽ പോയാൽ ശരിയാവൂല. ഇതിൽ ഞാൻ വിശ്വസിക്കും അതിൽ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവൂല. സുബ്ഹാനല്ലാഹ്.
വിത്തൗട്ട് ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ, ഒരു വ്യത്യാസം നമ്മളെ ഭാഗത്ത് കൂട്ടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എല്ലാം വിശ്വസിക്കലാണ്. അപ്പം ബിറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഈമാനാണ്. സുബ്ഹാനല്ലാഹ്, ഈമാനാണ്. ഈമാനിലാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ എന്താ, ഈ കർമ്മങ്ങളായി അല്ലെ. ഈമാൻ കഴിയുമ്പം കർമ്മങ്ങളായി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വആതൽ മാല അലാ ഹുബ്ബിഹി, വആതൽ മാല അലാ ഹുബ്ബിഹി. ആത്ത അവൻ കൊടുക്കുന്നു, അവൻ കൊടുത്തു. ഹംസ ത യ. അപ്പം ഈ ബിറുള്ള വ്യക്തി അല്ലെ, വിശ്വാസമുള്ള വ്യക്തി എന്താണ്, അവന്റെ മാല് കൊടുക്കുന്ന. സുബ്ഹാനല്ലാഹ്, മാല് മീം വാവ് ലം. എന്താണ് മാല് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ നമ്മൾ പറയാം, ഒരു മൂല്യമുള്ള, വാല്യൂ ഉള്ള എന്തും മാലാണ്. അത് വെറും പൈസ മാത്രമല്ല. ഓക്കെ, ഒരു മൂല്യമുള്ളത് എന്തും, അത് നമ്മുടെ പണം പോലെ തന്നെ നമ്മുടെ വസ്ത്രമാവാം, ഭക്ഷണമാവാം, നമ്മളെ കയ്യിൽ നമ്മളെ പൊസിഷനിലുള്ള എന്തും, അതൊരു പെന്നാണെങ്കിൽ പോലും, ഓക്കെ, ഒരു ഹെഡ്ഫോൺ ആണെങ്കിൽ പോലും, എന്തോ നമ്മളെ കയ്യിലുള്ള എല്ലാ സാധനവും അതിനൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ്, മാലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീട്, നമ്മുടെ കാർ, നമ്മുടെ ജ്വല്ലറി, നമ്മുടെ സ്റ്റേഷനറി, ബുക്ക്, പെന്ന്, വസ്ത്രം, ഫുഡ്, ഗ്ലാസ്, എല്ലാം, ക്രോക്കറി, നമ്മുടെ പാത്രങ്ങൾ ഒക്കെ എന്തിലും പെട്ടതാണ്, മാലാണ്. നമ്മളെ പൊസിഷനിലുള്ള, നമ്മളുടെ സ്വന്തമായിട്ടുള്ള എന്നാൽ ഒരു വാല്യൂ ഉള്ള എല്ലാ സാധനങ്ങളും മാലാണ്. കാരണം ഒന്നെങ്കിൽ നമ്മൾ വാങ്ങിയതായിരിക്കും പൈസ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി വാങ്ങി തന്നതായിരിക്കും. ഈവൻ ഒരു പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്റിക് കവർ ഇല്ലല്ലോ അല്ലെ, ഒരു കവർ പോലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സാധനം ഇടാൻ വേണ്ടി വാങ്ങുന്ന കവറിന് പോലും നമ്മളൊരു 10-12 രൂപ പേ ചെയ്യണം അല്ലെ, അതിന് പോലും വേർത്ത് ഉണ്ട്. അതും മാലിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ വ്യക്തി ബിറ് എന്ന് പറയുന്ന വ്യക്തി അവന്റെ സ്വത്ത് അല്ലെങ്കിൽ അവന്റെ മാല് അവൻ കൊടുക്കും. ആർക്ക്? മറ്റുള്ളവർക്ക്. എന്തിനാ കൊടുക്കുന്നത്? അലാ ഹുബ്ബിഹി. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഭംഗിയുള്ള ഒരു കാര്യം അല്ലെ. അലാ ഹുബ്ബിഹി. ഹുബ്ബിഹി എന്ന് പറഞ്ഞാല് അതിനോടുള്ള ഇഷ്ടം. ഈ ഹുബ്ബിഹിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്നാമത്തത്, ഇവിടുത്തെ ഹുബ്ബി ഹി എന്ന് പറയുന്നത് അവനോടുള്ള ഇഷ്ടം എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അപ്പം ഒരു വ്യക്തി അവൻ എന്തുകൊണ്ടാണ് അവന്റെ മാല് കൊടുക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത്. സുബ്ഹാനല്ലാഹ്. കാരണം അവന് അള്ളാഹിനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അള്ളാഹിനെ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് അവന്റെ സ്വത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അവന്റെ പൊസിഷൻസ്, അവന്റെ സമ്പാദ്യങ്ങൾ, അവന്റെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പറയുന്നത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ഈ നമ്മൾ ഓൺ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, നമ്മളെ പ്രിയപ്പെട്ട പലതും, ഇപ്പൊ നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ അബായ, നമ്മുടെ ഹിജാബ്, നമ്മുടെ പെന്ന്, എന്ത് സാധനങ്ങൾ, സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇഷ്ടമുള്ളതിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ടും ഇന്ന സാധനം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാ, അതുകൊണ്ടാണ് ആരെങ്കിലും നമ്മളോട് ചോദിക്കാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നത്. നമ്മളൊരു നോൺ സ്റ്റിക്ക് ഒക്കെ സുബ്ഹാനല്ലാഹ് നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്ന് ഓരോരു സ്റ്റീലിന്റെ സ്പൂൺ ഇട്ട് ഉരച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ അവിടെ അല്ലെ. കാരണം നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണത് അല്ലെ. നമുക്ക് ആകെ കൂടെ ദേഷ്യവും സങ്കടവും ഒക്കെ വരും. എന്തെങ്കിലും ഒരു സാധനം നമ്മളായിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമുക്കൊരു 12 പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബേജാറാ അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ നമുക്ക് എന്തിനോടൊക്കെയോ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും വലിയ വലിയ ഇഷ്ടങ്ങളും അത് വരുമ്പം അതുകാരമുള്ള അറ്റാച്ച്മെന്റ്സും വരുമ്പം നമ്മുടെ സമയങ്ങളൊക്കെ അതിനെ ചുറ്റിപ്പറ്റി അങ്ങ് പോകും അല്ലെ. നമ്മുടെ വീടിനോടുള്ള ഇഷ്ടം, നമ്മുടെ വീട് വീണ്ടും 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 ക്ലീൻ ചെയ്യാനുള്ള ഒരു ഇഷ്ടം അല്ലെ. അങ്ങനെയുള്ള നമ്മളെ പല ഇഷ്ടങ്ങളും പല അറ്റാച്ച്മെന്റ്സും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറക്കാനുള്ള കാരണങ്ങളായി മാറാറുണ്ട്. അത് നമ്മളെ അള്ളാഹുവിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യും. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും നേരെ ഇല്ലല്ലോ അല്ലെ. ഇതാണല്ലോ മെയിൻ, നമ്മളെ അറ്റാച്ച്മെന്റ്സ്. നമ്മളിനി നമ്മളെ മക്കളാവാം, സുബ്ഹാനല്ലാഹ്, മാലിൽ പെട്ടതല്ലെങ്കിൽ പോലും നമ്മുടെ മക്കളാവാം, അവർക്ക് വേണ്ടി അവരുടെ പിന്നാലെ നമ്മൾ അവരുടെ കാര്യങ്ങളെന്ന് വെച്ച് നമ്മൾ അള്ളാഹിന്റെ അടുത്തുള്ള അത് ഈ പറഞ്ഞ ഹുബും അറ്റാച്ച്മെന്റും കാരണം അള്ളാഹുവിൽ നിന്ന് നമ്മൾ ഇത്തിരി വിട്ടുപോണ സാഹചര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെന്താണ്, അലാ ഹുബ്ബിഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണം അവരെന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരങ്ങ് കൊടുക്കുക. എനിക്ക് ഇതിലും വലുത് റബ്ബാണ്. സുബ്ഹാനല്ലാഹ്.
എനിക്ക് ഇതിലും വലുത് റബ്ബാണ്, അള്ളാഹുവിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് സ്വാഭാവികമായും നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് പലതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പം അള്ളാഹിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ എന്നെ തന്നെ ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ അങ്ങ് കൊടുക്കണം. പരമാവധി ഞാൻ കൊടുക്കുക, അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കുക. കാരണം അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് അള്ളാഹിന്റെ തൃപ്തി നേടിത്തരുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ആലിമ്രാനിലെ 92-ാമത്തെ ആയത്തില് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്താണ് ലൻ തനാലുൽ ബിർറ അല്ലെ, പുണ്യം നേടാനാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടുള്ളൂ അല്ലെ, അപ്പോഴാണ് നിങ്ങൾ പുണ്യവാന്മാരാവുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ആയത്ത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഈ ഒരു ആയത്ത് കേട്ട സമയത്ത് സുബ്ഹാനല്ലാഹ് അദ്ദേഹം സ്വയം ചിന്തിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്. അദ്ദേഹത്തിന് ബിർഹ എന്ന് പറഞ്ഞിട്ട് ഒരു തോട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു ആയത്ത് കേട്ടതിന് ശേഷം നബിയെ എനിക്ക് ബിർഹ ഭയങ്കര ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, അത് ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കട്ടെ. കാരണം ആ ഇഷ്ടത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം തടഞ്ഞു പോകരുതല്ലോ അല്ലെ, തടയപ്പെട്ടു പോകരുതല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല പ്രസന്റ് അത് അല്ലെ. അപ്പം ഇത് ഒരുപാട് പ്രയോജനം തരുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യാതെ നിന്റെ അനന്തരാവകാശികൾ, അതായത് നിന്റെ റിലേറ്റീവ്സിനും നിന്റെ കസിൻസിനും ഒക്കെ ആയിട്ട് നീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തോ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അത് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം ഒരു ഇതുപോലെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് ഒക്കെ ഉള്ളവർക്ക് അത് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. എന്തും നമുക്ക് നമ്മളെ കുറിച്ച് നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതുണ്ട് അല്ലെ. ചിലർക്ക് അത് വീടുകളായിരിക്കാം, പാത്രങ്ങളായിരിക്കാം, വസ്ത്രങ്ങളായിരിക്കാം. അപ്പം അതിൽ എന്തിനാണോ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പം ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹിന്റെ മാർഗത്തിൽ അങ്ങ് കൊടുത്തേക്കുക. കാരണം അള്ളാഹിനോടായിരിക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എത്രത്തോളം സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ആർക്കാ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഫുൾ തോട്ടമൊക്കെ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ചിന്തിക്കാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്. വആതൽ മാല അലാ ഹുബ്ബിഹി, അവൻ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് അവൻ ചെലവഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലും ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും അല്ലെ. അതിനേക്കാളും ഉത്തമമായത് ഫഹുവ യുഖ്ലിഫുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അള്ളാഹുവിന്റെ വലത് കൈ കൊണ്ട് അതിനെ സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സദഖ അള്ളാഹു ഒരുപാട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. വആതൽ മാല അലാ ഹുബ്ബിഹി. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അവന് പിന്നെ പിശുക്കുണ്ടാവില്ല, സെൽഫിഷ്നെസ് ഉണ്ടാവില്ല. അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. കൊടുക്കൽ അവന് എളുപ്പമായിട്ട് മാറും. എന്ത് വന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കൊടുക്കൽ അവന് എളുപ്പമായി മാറും. ബാക്കിയുള്ളതൊക്കെ അവന് സെക്കൻഡറി ആണ് അല്ലെ. അള്ളാഹിനെക്കാളും വലുതായിട്ട് അവന്റെ കയ്യിലുള്ള ഒരു മാലും അവന് ഇല്ല. അത് ആ മാലെന്ന് പറയുന്നത് എന്തോ ആവാം അല്ലെ, പൈസ ആവാം, ഭക്ഷണമാവാം, എന്ത് സാധനമാവാം, നമ്മുടെ കയ്യിലുള്ള എന്തും, നമ്മുടെ ഫോൺ ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട സാഹചര്യം വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് തീരെ ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിച്ച് തന്നെ കൊടുക്കണം എന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഒരുവിധം മോശമില്ലാത്ത സാഹചര്യമുള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇനി വരുന്ന ആയത്തുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം അവർക്ക് ചിലപ്പം അതിനെക്കുറിച്ച് അത് ഒരു ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവര് ചിലപ്പം അവർക്ക് പ്രയോജനമുള്ള ആളുകളിലേക്ക് അത് എത്തിക്കും, അവരുടെ ബന്ധുക്കളിലായിട്ടോ അങ്ങനെയുള്ളവരിലേക്ക് എത്തിക്കും. അപ്പം അങ്ങനെയും നമുക്ക് കൊടുക്കാം. അതായത് തീരെ ഗതികെട്ടവർക്ക് മാത്രം കൊടുക്കണം എന്നില്ല. കാരണം നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു സാധനം നമുക്ക് കൊടുക്കണം എന്ന് തോന്നിയിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യക്കാരെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഓക്കെ. ആത്തൽ മാല അല ഹുബ്ബിഹി. അപ്പം അതിന്റെ ഒരർത്ഥം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ അർത്ഥത്തിൽ ഈ ഹുബ്ബിഹി എന്ന് പറയുന്ന ഹി എന്ന് പറയുന്നത് ആ സ്വത്തിനെ തന്നെ റെഫർ ചെയ്തതായിട്ട്, അതായത് നമ്മുടെ മാലിനെ തന്നെ റെഫർ ചെയ്തിട്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞു. ഈ ഹുബ്ബിഹി എന്ന് പറഞ്ഞാല് ആ മാലിനോടുള്ള ഹുബ്ബ്. ഓക്കെ. അവന്റെ സ്വത്തിനോടുള്ള ഹുബ്ബിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അവനത് ഇഷ്ടമാണ്, അവനത് അവന്റെ അടുത്ത് തന്നെ വെക്കാൻ ആഗ്രഹമുള്ള സാധനമാണ്, അവന് അത്രയും ഇഷ്ടമുള്ളതാണ്. എന്നാലും അവനത് കൊടുക്കും. അത്രയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പൊ നമുക്ക് സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ 2 അബായയുണ്ട്. ഒന്നും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, മറ്റേത് കുഴപ്പമില്ല, അതിന്റെ മെറ്റീരിയൽ ഒന്നും വലിയ സുഖമില്ല, ഇട്ടാ വലിയ സുഖമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മള് എന്താണ്
ബിറിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും ഹെബുള്ള സാധനം, ആ മാലിനോട് നമുക്ക് ഹെബ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. ആ സാധനത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ എന്നിട്ടും നമ്മൾ അത് കൊടുക്കുകയാണ്. എന്തിനാ? അള്ളാഹുന്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട്. ആത്തൽ മാല അലാ ഹുബ്ബിഹി, സൂറത്ത് ഇൻസാനിലെ 8-ാമത്തെ ആയത്ത്, വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവന് ആ ഭക്ഷണം അല്ലെ, ആ ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം, സുബ്ഹാനല്ലാഹ്, ആ ഇത്രയും പ്രിയപ്പെട്ട ഭക്ഷണമായിട്ടും അവൻ അത് കൊടുക്കുന്നുണ്ട്. ആർക്ക്? മിസ്കീനും യതീമിനും അസീറും ഒക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. എനിക്ക് വേണ്ടതായിട്ടും അത് കൊടുക്കുകയാണ്, അതിനോട് ഇഷ്ടമുണ്ടായിട്ടും കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ. എന്തിനാണ് അവർ കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശം മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു കോമ്പൻസേഷനും നമുക്ക് ഇതിന് പകരം വേണ്ട. അപ്പൊ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ആര്? ബിർറ് എന്ന് പറയുന്നത്, ബിർറുള്ള ആളുകള്. വെറുതെ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. അതായത് നമ്മൾ ഇതിന്റെ അർത്ഥം നമുക്ക് നമ്മൾ ആവശ്യമില്ലാത്ത, ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൊടുക്കരുത് എന്നല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ അത് ആവശ്യക്കാർക്ക് കൊടുക്കല് അത് ഏറ്റവും ഹൈർ തന്നെയാണ്. നമ്മൾ ഹോർഡ് ചെയ്ത് വെച്ച് നമ്മളെ കൂട്ടിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ല. പക്ഷേ നമ്മൾ ശരിക്കും ബിർറുള്ള ആളുകളാവുന്നത് എപ്പോഴാണ്? നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ പ്രയാസമായിരിക്കും. നമ്മൾ ശരിക്കും അള്ളാഹിന്റെ മാർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതിനെ ത്യാഗം ചെയ്യുമ്പോൾ അള്ളാഹിന്റെ തൃപ്തി ഉണ്ടാവും. അപ്പൊ നമ്മള് ഇപ്പം സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ബാങ്ക് കേൾക്കുന്നു, സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയിലെ നമ്മൾ നിസ്കരിക്കാൻ പോവോ, സംസാരം തുടരോ? അവിടെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമുക്ക് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം നിർത്തിവെച്ച് നമ്മൾ അവിടെ നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളിൽ പെട്ടതാണത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അവിടെ ആ ത്യാഗം വരുന്നുള്ളൂ. അപ്പൊ അവിടെ അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി വളരെയധികം ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം കൊടുക്കുമ്പോൾ നമ്മൾ ഇത്തരത്തില് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ആർക്ക് കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള ബിർറ്, ഏറ്റവും തൃപ്തിയുള്ള പുണ്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. കേവലം പ്രത്യക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഉടക്കി കിടന്ന് അത് മാത്രമാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്നുള്ള, പലപ്പോഴും നമ്മൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളിൽ പെടുമ്പം നമുക്ക് നമ്മളുടെ ഇബാദത്തുകളെ ബാധിക്കുന്നത് നമ്മൾ അറിയാറില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ ഇപ്പോൾ യൂട്യൂബിലോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ച് അവരാണോ ശരി ഇവരാണോ ശരി എന്ന് പറയുമ്പം ശരിക്കും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഓരോ വക്ത് നമസ്കാരത്തിൽ പോലും നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അതാണ്. ഇബ്ലീസിന് വേണ്ടതും അതാണ്, നമ്മളെ ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എന്തൊരു കാര്യം ഇതുപോലെ കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടത് എടുത്തിട്ട് ബാക്കിയുള്ളതിനെ അങ്ങ് വിട്ടേക്കുക. നമ്മൾ വലിയ വലിയ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളും ഫിൽറ്റേഴ്സും ഒന്നും നമ്മൾ എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പം ഇത്തരത്തില് എന്താ പറയാ, പ്രത്യക്ഷമായ പല കാര്യങ്ങളിലും പെട്ടുപോയിട്ട് യഥാർത്ഥ ബിർറ് നഷ്ടപ്പെടുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക. ഏറ്റവും ബിർറിന്റെ അടിസ്ഥാനം ഈമാനാണെന്ന് മനസ്സിലാക്കുക. ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഈമാൻ കുറഞ്ഞു പോകുന്നതിനെ തടയാനും ശ്രമിക്കുക. അതിന് പരമാവധി നമ്മൾ നമ്മുടെ നെഫ്സിനെ റെസ്ട്രിക്ട് ചെയ്യണം. നമ്മുടെ നെഫ്സിന് തോന്നുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈമാൻ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ നെഫ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയുള്ള ദുആകൾ ചെയ്യുക. നമ്മൾ സ്വയം നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യുക. ഇന്ന് ഇന്ന കാര്യം, അതായത് നമ്മൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ അത് ചെയ്യൂല എന്ന് തീരുമാനിക്കുക. എന്നിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബോധപൂർവ്വം ശ്രമങ്ങൾ, എഫേർട്ടുകൾ ഇട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ നെഫ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരത്തിൽ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള ഒരുപാട് ബിർറുകൾ, ഹൃദയത്തിൽ നിന്ന് വരുന്ന രീതിയിൽ ബിർറുകൾ ചെയ്യാനും അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനും ഉള്ള തൗഫീഖ് റബ്ബ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ തരട്ടെ. ആമീൻ. നമ്മൾ ഇതുവരെ ചെയ്തു പോയ ബ്രോക്കൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിക്കട്ടെ. അതിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തട്ടെ. അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരിടം ഉറപ്പാക്കട്ടെ. ആമീൻ.
اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا المسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.